ആയിരുന്നു. എനിവേ ദൈവം സഹായിക്കട്ടെ. ആമേൻ. കഴിഞ്ഞ പകലിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ച ഭാഗങ്ങളിലോടൊന്നും ഞാൻ കടന്നു പോകാതെ, അതിൽ റിപ്പീറ്റേഷൻ ഒന്നും വരാതെ ഞാൻ മാക്സിമം ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഞാനടക്കം ഈ സ്റ്റേജിൽ വിലപ്പെട്ട ദൈവദാസന്മാരൊക്കെ വന്ന് ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നതിൻ്റെ മുമ്പിൽ അവരൊത്തിരി എഫേർട്ട് എടുത്ത് കുറേ കാര്യങ്ങൾ പഠിച്ച് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തൊക്കെ ആയിരിക്കാം ഈ ദൈവസന്നിധിയിൽ അവർ വചനവുമായി വന്ന് നിൽക്കുന്നത്. നിങ്ങൾ അപ്പോൾ ആ കാര്യത്തിൽ സഹകരിക്കുകയും ആരാധനയോടും പ്രാർത്ഥനയോടും കൂടെ ലഭിക്കുന്ന വചനം സ്വീകരിക്കുകയും ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും വേണം എന്ന് വിശേഷാൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ വചനത്തിൽ നിന്ന് 3 വാക്കുകൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇംഗ്ലീഷിൽ ഒന്നാമത്തേത് പീസ്ഫുൾ ഹാബിറ്റേഷനാണ്, 2 സെക്യൂർ ഡ്വെല്ലിംഗ്, 3 ക്വയറ്റ് റെസ്റ്റിംഗ് പ്ലേസ്. ഒന്നാമത്തേത് സമാധാന സ്ഥലം, 2 നിർഭയ വസതി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത് സമാധാന നിവാസം, 2 നിർഭയ വസതി, 3 സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. ഇതാണല്ലോ ആ വചനത്തിൽ അന്തർലീനമായിട്ടുള്ള കാര്യം. ഞാനതിൽ ഇങ്ങനെ ഒരു പേരിടുകയാണ്, സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. വീണ്ടും ആവർത്തിക്കുന്നു, സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. നിങ്ങൾക്ക് ഇഷ്ടമാണ് എൻ്റെ കൂടെ പറയാം, സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. വീണ്ടും ആവർത്തിച്ചാട്ടെ, സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. വീടിനൊക്കെ പേരിടണമെങ്കിൽ ഇത്രയും വലിയൊരു പേരൊക്കെ ഇടാം. ഇനി ഇംഗ്ലീഷ് വേർഡിംഗ് ഒക്കെ ഡോക്ടർ സിനി നിങ്ങൾക്ക് പറഞ്ഞു തരും, ഞാൻ മലയാളം പറഞ്ഞങ്ങ് പോകുന്നതേ ഉള്ളൂ. ആമേൻ. നിങ്ങളുടെ വീടിൻ്റെ പേര് ബദേലെന്നോ ഷാലോമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പേരാണെങ്കിൽ പോലും അതിൻ്റെ ബ്രാക്കറ്റ് വേണം നിങ്ങൾക്ക് ഇങ്ങനെയും കൂടി എഴുതി വെക്കാം, സ്വൈര്യ നിർഭയ സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതത്വ ഉള്ള വീട് എന്നറിയപ്പെടുന്നത് US-ലെ വാഷിങ്ടൺ DC-യിലുള്ള വൈറ്റ് ഹൗസാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതത്വമുള്ള വീടെന്നറിയപ്പെടുന്നു. ഞാൻ വാഷിങ്ടൺ DC-യിൽ വൈറ്റ് ഹൗസിന് മുമ്പിൽ നിന്ന് പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. കൊച്ചു കൊച്ചു വീഡിയോസ്, 5-6 ഒക്കെ മിനിറ്റുള്ള. അങ്ങനെ ഒരു സമയം എനിക്ക് ലഭിച്ചു. അതിന് തൊട്ടടുത്ത് ഒരു 1.5 മണിക്കൂർ ദൂരത്തുള്ള ഒരു സഭയിലെ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഞാനത് പ്ലാൻ ചെയ്താൽ പോയത്. യോഗാനന്തരം സംഘാടകർ എന്നെ വൈറ്റ് ഹൗസ് കാണാൻ കൊണ്ടുപോയപ്പോൾ ദൈവം എനിക്ക് തന്ന ചിന്തകളുമായി ബന്ധപ്പെട്ട് ഞാൻ ചില വീഡിയോസ് ചെയ്യുകയുണ്ടായി. വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാകും എന്തൊക്കെ രീതിയിലുള്ള സുരക്ഷിതത്വമാണ് അമേരിക്കൻ പ്രസിഡന്റ് പാർക്കുന്ന. ഇപ്പോഴത്തെ പ്രസിഡന്റിന് പല വീടുകളുണ്ട്, അതുകൊണ്ട് വൈറ്റ് ഹൗസിൽ എപ്പോഴും പാർക്കണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമില്ലായിരിക്കും. എന്നാലും അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയായിരിക്കുന്ന വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട് 18 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വൈറ്റ് ഹൗസിന് പലവിധ സ്റ്റെപ്പുകളിലൂടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ടുണ്ട്. 13 ഫൂട്ട് ആൻറ്റി ക്ലൈംബ് ഫെൻസ് ഉണ്ട്, റൂഫ് മൗണ്ടഡ് റഡാർ സിസ്റ്റം ഉണ്ട്, ഡ്രോൺ ഇൻറ്റർസെപ്റ്റേഴ്സ് ഉണ്ട്, സീൻ അൺസീൻ സർവൈലൻസ് സക്സസ് ഉണ്ട്, ക്യാമറാസ് വെച്ചിട്ടുണ്ട്, അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് ഉണ്ട്. എന്നെ കാണിക്കാൻ കൊണ്ടുപോയ എൻ്റെ ഒരു സ്നേഹിതൻ, ഇത് ഞാനിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുറേ ഉണ്ട്. എല്ലാം കൂടി ഞാൻ പറയാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സമയം മുഴുവൻ തീർന്നു പോകും. കുഞ്ഞുങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞു തരും. എന്നെ കാണിക്കാൻ കൊണ്ടുപോയ സഹോദരന്മാർ ഇതുമായിട്ടൊക്കെ അമേരിക്കൻ ഗവൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല സെക്ടറുകളൊക്കെ ജോലി ചെയ്തവരാണ്. അതിലൊരാൾ എന്നോട് പറഞ്ഞു, ഇനി എന്തെങ്കിലും ഒരു ആക്രമണം ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡൻറ്റോ എൻ്റെ കുടുംബാംഗങ്ങളോ ആ വൈറ്റ് ഹൗസിലുള്ള സമയത്ത് എന്തെങ്കിലും ഒരു ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്രമണം ആ വീടിന് നേരെ ഉണ്ടായാൽ അതിൻ്റെ അകത്തോടൊരു ടണലുണ്ട് പോലും. ആ ടണലിലൂടെ ഇവർക്ക് വേറെ ഏതോ ഒരു സ്ഥലത്തൊക്കെ വേറെ ഏത് ഹൈവേ ഏതിലൊക്കെ ഒരു എക്സിറ്റ് ഉണ്ട്, ടണലിലൂടെ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പം ഞാനിങ്ങനെ അത്ഭുതത്തോടെ ഇതൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ലോകത്തിലെ നമ്പർ 1 രാജ്യമെന്നറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രഥമ പൗരനായ അമേരിക്കൻ പ്രസിഡന്റ് പാർക്കുന്ന വാഷിങ്ടൺ DC-യിലെ വൈറ്റ് ഹൗസിനുള്ളതിനേക്കാൾ സുരക്ഷിതത്വം നമ്മുടെ വീടുകൾക്ക് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട്.
നമ്മുടെ വീടിന് ചുറ്റും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇല്ലെങ്കിലും ആമേൻ, നമ്മുടെ വീടിനെ സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലമാക്കി തീർക്കാൻ ദൈവം ഉയരത്തിൽ നിന്ന് തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആമേൻ. ഇതൊരിടത്തിൽ ആമേൻ സങ്കീർത്തനം 91 ആമേൻ അതിൻ്റെ പ്രാരംഭവാക്യങ്ങൾ നമുക്ക് കാണാതറിയാം. എത്ര പേർക്ക് എന്നോട് ചേർന്ന് പറയാൻ കഴിയും? അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ദൈവത്തെക്കുറിച്ച് അവനെൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമായിരിക്കും. ഇനിയും പ്രൊട്ടക്ഷൻ, രാത്രിയിലെ ഭയം, ആമേൻ പറഞ്ഞാട്ടെ, പകൽ പറക്കുന്ന അസ്ത്രം, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം, ഇവ ഏത് നിനക്കെതിരെ വന്നാലും നിനക്ക് പേടിക്കാനില്ല. ഇവ നിമിത്തം നിന്റെ വശത്ത് 1000 പേരും വലതുവശത്ത് 10,000 പേരും വീണാലും അവ നിന്നെ വീഴിക്കില്ലെന്നല്ല വചനം. അത് നിന്റെ അടുത്ത് വരാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കില്ല. കാരണം നമ്മുടെ വീടിൻ്റെ പേരാണ് സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. കരമടിച്ച ദൈവത്തിൻ്റെ ഡിവൈൻ പ്രൊട്ടക്ഷനായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ നമ്മളുടെ കുറിവാക്യവുമായി ബന്ധപ്പെട്ടിട്ട് ആമേൻ 10-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം മുതൽ 14-ാമത്തെ വാക്യം വരെ ഞാൻ വായിക്കുന്നു. 10-ാം വാക്യം മുതൽ അതിൻ്റെ 14-ാമത്തെ വാക്യം വരെ, 10-ന്റെ B മുതൽ. മുന്തിരി കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാകുകയില്ല. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പീൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവീൻ. വസ്ത്രം ഉരിഞ്ഞ് നഗ്നരാകുവീൻ, അരയിൽ രട്ടുകെട്ടുവീൻ. മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളിയെയും ഓർത്ത് അവർ മാറത്തടിക്കും. എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും. അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷ സ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവുമായിരിക്കും. കുറേ നെഗറ്റീവാണ് അവിടെ പറയുന്നത്. ഇത് പൊതുവെ ഒരു നെഗറ്റീവ് ആമേൻ ഒരു അധ്യായമാണ്. പക്ഷെ 15-ാം വാക്യം ഇതെല്ലാം നെഗറ്റീവ്സ് ആണെങ്കിലും 20-ന്റെ 15 പറയുകയാണ്, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ നടുവിൽ പകരുവോളം തന്നെ. ആമേൻ. ഇതെല്ലാം ഉള്ളപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങളുടെ ആമേൻ തലമുറയെ സംബന്ധിച്ച്, ശാരീരിക മാനസിക സാമ്പത്തിക ആത്മമണ്ഡലങ്ങളെ സംബന്ധിച്ച് എല്ലാം നെഗറ്റീവ് ആണെങ്കിലും ദൈവമക്കൾക്ക് പ്രത്യാശയിൽ ഉറച്ച് ദൈവത്തെ സ്തുതിക്കാം. ഒരാത്മപകർച്ച സംഭവിക്കോളം ഉള്ളിതൊക്കെ എല്ലാത്തിനെയും തച്ചുടച്ച് കളയുന്ന ഒരാത്മശക്തി സംഭവിക്കോളമേ ഇതുള്ളൂ. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെല്ലാറ്റിനെയും ദൈവം മനോഹരമാക്കി മാറ്റും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. 23-ാം സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്, മരണനിഴലിൻ താഴ്വരയിൽ, കുരിരുൾ താഴ്വര എന്ന മലയാളത്തിലുള്ളത്, കുരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. അങ്ങനല്ലേ? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. അതിന്റെ ഇംഗ്ലീഷ് ഉണ്ടോ? ഈവൻ ദോ, ഒരു വേർഷൻ, ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഐ വിൽ ഫിയർ നോ evil, the Lord is with me, thy rod and thy staff they comfort me. മരണനിഴലിൻ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം ദൈവം എൻ്റെ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിൻ്റെ 5-ാം വാക്യം പറയുകയാണ്, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മരണനിഴലിൻ താഴ്വര നാം നേരിടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയൊരു താഴ്വരയിലൂടെ ചിലപ്പോൾ നാം കടക്കേണ്ടതായിട്ട് വരും. ആമേൻ. ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ വന്ന് ആഘോഷിക്കുന്ന സമയം, ശത്രുക്കൾ നമ്മുടെ മുമ്പിൽ വന്ന് ആഘോഷിക്കുന്ന സമയമുണ്ടാകാം.
ഞാൻ കഴിഞ്ഞ 2025 ഞാനും എൻ്റെ കുടുംബവും ഒരു വല്ലാത്ത കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോവുകയുണ്ടായി. 2025 മാർച്ച് മാസം 18-ാം തീയതി എൻ്റെ വൈഫിന് ഒരു മമ്മോഗ്രാഫ് എടുക്കുകയുണ്ടായി. അതിൽ ഒരു ലംബ് മനസ്സിലായതിനു മുമ്പ് അത് ചെറുതായിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ ബയോപ്സിയിലേക്ക് പോവാൻ നിർദ്ദേശിക്കപ്പെട്ടു. നേരത്തെ കണ്ടതിനേക്കാൾ അതിന് 3.5 ടൈംസ് ഗ്രോത്ത് വലുതായി. ഒരു ഷോക്ക് അപ്പോൾ ഉടനെ ഞങ്ങൾക്ക് കിട്ടി. ബയോപ്സി റിപ്പോർട്ട് വരുന്നു. 3 ദിവസം കഴിഞ്ഞ് ബയോപ്സി റിപ്പോർട്ട് വരുമ്പോൾ അത് ക്യാൻസറസ് എന്ന് ഡിറ്റക്റ്റ് ചെയ്തു. 2ാമത്തെ ഷോക്ക് അടിച്ചു. പിന്നൊരു ഭീതി വന്ന് ഒരു മരണനിഴലിൽ താഴ്വര, ഒരു ഭീതിജനകമായ നിഴൽ ഞങ്ങളുടെ മേൽ വന്ന് അടിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞു, എൻ്റെ മോളും മെഡിക്കൽ ഡോക്ടറാണ്, ഇവിടെയാണോ സ്കാൻ ചെയ്തത് അതേ ഹോസ്പിറ്റലിൽ എൻ്റെ മോളും അവിടെ ജോലി ചെയ്തിട്ടുണ്ട്, കോഴിക്കോട്ടെ BMH എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ. അടുത്ത ഷോക്ക് ഇതാ വരാൻ പോകുന്നു. ഈ 2 വർഷമായിട്ട് ഫോളോ അപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡോക്ടേഴ്സ് ഉറപ്പിച്ചും പറഞ്ഞു ഇത് ശരീരത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തോട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല, ഉടനെ പെപ്സ്കാൻ പോകണമെന്ന് പറഞ്ഞു. പെപ്സ്കാനിലേക്ക് പോകുന്നു. ഷോക്കാണ്. കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ യാത്ര ചെയ്യുകയാണ്. പെപ്സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ അത്ഭുതകരമായൊരു സംഭവം നടന്നു. ആ ഏരിയ ഒഴികെ ഒരു സ്ഥലത്തോട്ട് ഇത് മൂവ് ചെയ്തിട്ടില്ല. ഞാനിത് പറയുന്നത് ഇതിനേക്കാൾ വലിയ കൂരിരുളിൻ്റെ താഴ്വരയിലൂടെ, മരണം വിഴുങ്ങുമെന്ന് പറയുന്ന ഒരു താഴ്വരയിലൂടെ ആരെങ്കിലും സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു, നമ്മുടെ കൂടെ കരം പിടിച്ചു സ്വർഗത്തിലെ ദൈവമുണ്ട്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, മരണം മാറും, ശത്രുത്വങ്ങൾ തച്ചുടയപ്പെടും. കാരണം ഇന്ന് രാത്രി അതിൽ നിന്ന് വഴുതി രക്ഷപ്പെടാൻ നിനക്ക് വേണ്ടി എക്സ്പെഷ്യലി നിന്റെ തല മുതൽ ഉള്ളങ്കാൽ വരെ നിന്റെ മേൽ പകരപ്പെടുന്ന ഒരു എണ്ണയുടെ അഭിഷേകമുണ്ട്. കരമടിച്ചതിനെ സ്വീകരിച്ചാട്ടെ. ചില ദൂതുകൾ ഇതിലൂടെ കടന്നു പോകുന്നവർക്കാണ്, ചില ദൂതുകൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നവർക്കാണ്. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അന്ത്രയോസ്, ദൈവത്തിന്റെ ആത്മാവ് അവരോട് സംസാരിച്ച്, വിശേഷാൽ പത്രോസ്, യാക്കോബ്, യോഹന്നാനോട് ഗെത്സമനയിലെ പോരാട്ട പ്രാർത്ഥനയിൽ അവരല്പമൊന്ന് തളർന്നപ്പോൾ, അവരല്പമൊന്ന് മയങ്ങിയപ്പോൾ യേശു പറഞ്ഞു, പരീക്ഷകൾ നിനക്കെതിരെ വരുന്നുണ്ട്, അതിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. വിശ്വസിച്ചാട്ടെ, ദൈവം എന്റെ ഇടയനാണെങ്കിൽ, അവൻ എന്നെ നടത്തുന്നുണ്ടെങ്കിൽ, കുരിരുളുടെ താഴ്വര എനിക്കുണ്ട്, മരണം അട്ടഹസിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങൾ നിനക്കുണ്ട്. ഭയപ്പെടരുത്, ദൈവം എന്റെ കരം പിടിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിലൂടെയൊക്കെ പോകുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ. ഹെവി ഷോക്കാണ്. ഹല്ലേലൂയ. പിന്നെ പലവിധമായ ടെസ്റ്റുകൾ, ഡിസ്കഷൻസ്, ഹല്ലേലൂയ, സ്റ്റേജ്. പിന്നെ വേറെ കുറേ പേര് നമ്മളെ അങ്ങ് പേടിപ്പിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് ഈ രോഗം വന്നു എന്നുള്ള ഒരു പ്രയാസത്തെക്കാൾ ഞങ്ങളെ വാക്കുകൾ കൊണ്ട് വളരെ മുറിവേൽപ്പിച്ച പലരുണ്ട്. എനിക്ക് ആരോടും വിരോധമില്ല, ആരും എൻ്റെ ശത്രുക്കളല്ല. എനിക്കെതിരെ ഒരു കുറ്റം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലും അതിനായും സ്തോത്രം. കാരണം അതും എന്നെ നന്നാക്കിയിട്ടേ ഉള്ളൂ. ഒരു കാര്യം ഞങ്ങൾ പഠിച്ചു, ഇതിനു മുമ്പ് ഇങ്ങനത്തെ രോഗവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും വിളിച്ചൊരു പ്രാർത്ഥന വിഷയം പറയുന്നതിനേക്കാൾ ഇന്ന് കണ്ണുനീരോടെ ഗൗരവത്തോടെ പ്രാർത്ഥിപ്പാൻ ദൈവം ഒന്നാമത് ഞങ്ങളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. ചോദ്യങ്ങൾ പലതുമുണ്ട്. പല രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന, രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന, സ്റ്റേജുകളിൽ മാറി മാറി പ്രസംഗിക്കുന്ന പാസ്റ്റർ ഭാര്യയ്ക്ക് രോഗം വരുമോ, എന്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് മാറ്റാത്തത് എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾക്ക് നേരെ വന്നു. അതിലൊന്നും ഞങ്ങൾ പതറിയില്ല. എന്നേക്കാൾ തൻ്റെ ഇടം എൻ്റെ ഭാര്യയുടെ മേൽ സ്വർഗത്തിലെ ദൈവം പകർന്നു. തൻ്റെ പ്രാർത്ഥനാമുറിയിൽ തനിക്ക് ദൈവം ഒരു ദൂത് പകർന്നു. ശരീരത്തിൽ കിടന്നിരുന്ന ഉറുമാല് വരെ കൊടുത്തുവിട്ട്, വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് വരെ സൗഖ്യം സംഭവിച്ചിട്ടുള്ള, അല്ലെ ഉറുമാലിൽ പോലും ശക്തി ആഭരിക്കത്തക്ക നിലയിൽ ഉപയോഗിക്കപ്പെട്ട പൗലോസിന്റെ പ്രിയനായ ത്രോഫിമോസിനെ മിലേത്തിൽ രോഗിയായി വിട്ടിട്ട് പോകുന്ന ചില സന്ദർഭങ്ങളിൽ എത്ര ഉജ്ജ്വലമായി എത്ര ശോഭയോടെ ശുശ്രൂഷിക്കുന്നവർക്ക് ചില കാര്യങ്ങൾ പഠിപ്പിപ്പാൻ നിനക്ക് വേണ്ടി ദൈവമൊരുക്കുന്ന പത്മോസിന്റെ ദ്വീപുകളുണ്ട്. അവിടെ കർത്താവിന്റെ സഹിത്വമുള്ള ഒരു ദൈവവൈതൽ തളരില്ല. കാരണം
അവിടെയും തന്നെ കഷ്ടതയിലൂടെ നടത്തി ശക്തിയേറിയ ആമേൻ ശുശ്രൂഷകരാക്കി മാറ്റാൻ സ്വർഗത്തിലെ ദൈവത്തിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്പനേരം ഒന്ന് കരമടിച്ച് ഇന്ന് രാത്രിയിൽ ആമേൻ മരണ നിഴലിൽ താഴ്വരയിലൂടെ ഞാൻ കടന്നാലും ഒരു പിശാചിനെയും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നു. അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. എന്റെ ശത്രുക്കൾ കാണുക ദൈവം എനിക്ക് വിരുന്നൊരുക്കും. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറിട്ട അനുഭവം. എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ്. ആമേൻ. ഞങ്ങളൊക്കെ പഴയ ജനറേഷനിലെ ആൾക്കാരാ, അറിയില്ല. എൻ്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടന്ന ബർത്ത്ഡേ എൻ്റെ 60ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഗേറ്റ് പൂട്ടി. അപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഇന്ന് 21-ാം തീയതി അർദ്ധരാത്രി ഇവിടെ ആരും വരാതായിരിക്കുന്നതായിരിക്കും നല്ലത്. ഗേറ്റ് പൂട്ടി, താക്കോല് മാത്രം എൻ്റെ മുറി ഞാൻ കൊണ്ടുപോയില്ല. എൻ്റെ വീടിൻ്റെ അകത്തൊരു ചാരം കയറിയായിരുന്നു ചർച്ച ചെയ്യുന്നു. ആമേൻ. ചാരം എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, ആരാന്നൊക്കെ ഇപ്പോൾ ഈ സിസിലിനൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും. അദ്ദേഹം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് തുറന്നു കൊടുത്തു, വീട് തുറന്നു. അപ്പം എൻ്റെ ഭാര്യ എന്നോട് പറയുന്നുണ്ട്, രാത്രി ഏതായാലും ഉറങ്ങുമല്ലേ, നല്ല മുണ്ടൊക്കെ കൊടുത്ത് കിടന്നോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു സൈൻ കിട്ടി, എന്തോ ഒരു അപകടം വരാൻ പോവാന്ന്. ഇനി അപകടമല്ല, ഒരു കൂട്ടം ആളുകൾ എൻ്റെ വീട്ടിലെത്തി. പല സമ്മാനങ്ങളും എനിക്ക് ലഭിച്ചു. ആ ബർത്ത്ഡേ ഗിഫ്റ്റ് നല്ല കാര്യം, ദൈവമക്കൾ സ്നേഹിക്കുമല്ലേ, സ്നേഹിച്ചോട്ടെ. ഭാവിച്ചാൻ്റെ ബർത്ത്ഡേ വരുമ്പോഴും നിങ്ങളിങ്ങനെയൊക്കെ ഉപദ്രവിച്ചോ? ആമേൻ. ഒരാൾ പോയി ആമേൻ പറയുന്നില്ല കേട്ടോ. ഉപദ്രവിച്ചോ എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാരെയൊക്കെ ഓണർ ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ദൈവമക്കൾക്ക് അർദ്ധരാത്രി ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ചർച്ചിൻ്റെ ഒരു പരിചയം, അർദ്ധരാത്രി തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ വരും ഈ ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട്. ഞാനും പോയിട്ടുണ്ട്, അങ്ങനെ സ്നേഹിച്ചിട്ടൊക്കെ ഉണ്ട്. കടപ്പാടുള്ളവർ നമ്മളങ്ങനെ കരുതണമല്ലോ. വലിയ കാര്യമൊന്നുമല്ല, നമുക്കങ്ങനെ ജന്മദിനാഘോഷങ്ങളൊന്നും ഇല്ല. താങ്ക്സ് ഗീവിങ് എന്ന് ഓർത്താൽ മതി. ദൈവസന്നിധി നന്ദി പറയുക, കുറച്ചു നേരം പാടുക, പ്രാർത്ഥിക്കുക, പുതിയ വർഷം ആരാധനയോടെ ആരംഭിക്കുക. എനിക്ക് മനോഹരമായൊരു ഗിഫ്റ്റ് അന്ന് രാത്രി കിട്ടി. ആരും ഒരിക്കലും എനിക്ക് ഇന്ന് വരെ തന്നിട്ടില്ലാത്തൊരു ഗിഫ്റ്റാണത്. ആമേൻ. അത് എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല, ഇനി വരുമ്പോൾ ഞാനത് കൊണ്ടുവരാം. അത് ഒരു വലിയൊരു കവറിൽ പാക്ക് ചെയ്ത്, അപ്പം അത് ഞാനപ്പോൾ വിചാരിച്ചു വല്ലതും ഈ ഷർട്ടും എല്ലാം ആയിരിക്കുമോ, പക്ഷെ ഭയങ്കര ഹെവി വെയിറ്റ്. എന്നൊരു ലാപ്ടോപ്പ് ബാഗല്ല, ലാപ്ടോപ്പ് ആയിരിക്കുന്നു. പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഇല്ല എന്ന് എൻ്റെ സഭക്കാർക്കും അറിയാം. ഞാൻ ആ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് എന്തായിരിക്കുമെന്ന് എനിക്കും സംശയമായി. പൊട്ടിച്ച് നോക്കുമ്പോൾ അത് ഒരു ബൈബിളാണ്. നോക്കുമ്പോൾ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണ്. എന്തുവാ സംഭവിച്ചത്? കഴിഞ്ഞ 1.5 മാസം കൊണ്ട് എൻ്റെ വൈഫിൻ്റെ ഇടത് സൈഡിലാണ് ആമേൻ ബ്രസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ക്യാൻസറസ് വന്നത്. അപ്പോൾ ഈ കഷവുമായി ബന്ധപ്പെട്ട് ലിംനോടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ സർജറി റൈറ്റ് ഹാൻഡിൽ നടന്നുകൊണ്ട്, ഈ സൈഡുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ട് കീമോ എല്ലാം റൈറ്റ് ഹാൻഡിൽ കൂടെ പോയി. അപ്പോൾ ഈ കീമോ ചെയ്ത ഈ കരം ഉപയോഗിച്ച് എൻ്റെ ഭാര്യ ആമേൻ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് വരെ മുഴുവൻ കരം കൊണ്ട് എഴുതി അത് നന്നായിട്ട് ബൈൻഡ് ചെയ്ത് ഭർത്താവിന് സമ്മാനിച്ചേക്കുക. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് സംഭവിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. രോഗം വന്നു കഴിഞ്ഞപ്പോൾ ആമേൻ 1.5 മാസം എടുത്ത് 6-7 മണിക്കൂർ എഴുതി. അത് പിശാചിനോടുള്ളൊരു വെല്ലുവിളിയായിരുന്നു. രോഗത്തിന് തകർക്കാൻ പറ്റത്തില്ല. പ്രതിസന്ധികളുടെ നടുവിൽ മരണനിഴലിൻ താഴ്വരയിൽ ആമേൻ അഭിഷേകത്തിന്റെ പകർച്ചയുള്ളൊരു ദൈവവൈതൽ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടും. കരമടിച്ച് ഇന്ന് രാത്രി എതിർക്കുന്ന, നിന്നെ മരണനിഴലിൻ താഴ്വരയിലൂടെ കടത്തിവിടുവാൻ ശ്രമിക്കുന്ന ശത്രുത്വങ്ങൾ കേൾക്ക്. ഇന്ന് രാത്രി അവന്റെ കൂടാരത്തിൽ നീ ജയഘോഷയാഗങ്ങളെ അർപ്പിച്ചാട്ടെ, വിശ്വസിച്ചാട്ടെ. ഞാൻ എൻ്റെ ശരീരത്തിൽ സെൻസ് ചെയ്യുന്നു, നിനക്കെതിരെ വരുന്ന, വിഴുങ്ങാൻ വരുന്ന, ആർത്തട്ടഹസിക്കാൻ വരുന്ന, ആഘോഷിക്കാൻ വരുന്ന ശത്രുക്കൾ കാണുക, മരണം കാണുക. അവ നിന്നെ തൊടാതെ അതിൽ നിന്ന് വഴുതി രക്ഷപ്പെടുവാൻ എണ്ണ കൊണ്ടുള്ള ഒരു അഭിഷേകം നിന്റെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ഇന്ന് രാത്രി പകരപ്പെടുകയാണ്. പ്രാപിച്ചാട്ടെ. ഹല്ലേലൂയ. അതെനിക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കരുതുന്നു. ഏതാണ്ട് ഒരു 7,000 രൂപയൊക്കെ ചെലവഴിച്ച് വെണ്ണിക്കുളം തിരുവല്ല സൈഡിലാന്ന് തോന്നുന്നു ചർച്ചിലെ കുഞ്ഞുങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല, എഴുതുന്നതൊക്കെ ഞാൻ കാണും. ചില സമയങ്ങളിൽ
ഈ കൈയുടെ പ്രശ്നം കൊണ്ടിരുന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യ അറിയാൻ രഹസ്യമായിട്ട് ഡോക്ടേഴ്സിനെ വിളിച്ച് ചോദിച്ചു. MVRലായിരുന്നു ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ്. കാരണം ചില സമയത്ത് 6-7 മണിക്കൂർ എഴുതി കഴിയുമ്പോൾ ഈ വിരലിങ്ങനെ ആയിപ്പോവും, പിന്നെ നേരെ വരത്തില്ല. ഞാനും കൂടി പിടിച്ചാൽ നേരെയാക്കുന്നത്. പക്ഷേ അതൊരു വാശിയായിരുന്നു. ദൈവസന്നിധിയിൽ ഏത് കൈകാലുകളെ തളർത്താൻ ശ്രമിച്ചോ ആ കരങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ ഒരു കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേലെ ആവരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ശരീരങ്ങളിൽ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ഇപ്പോൾ ദൈവദിനം തിരിച്ചറിയുകയാണ്. റോമാലേഖനം 5:3 മുതലുള്ള വാക്യങ്ങൾ ചിലരെ സംബന്ധിച്ച് ഇന്ന് രാത്രി ഇംപ്ലിമെന്റ് ആകുന്നു. ആകയാൽ എന്ത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് കഷ്ടങ്ങളിലും ഞാൻ അധികം സന്തോഷിക്കും. ആകയാൽ എന്ത് ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ഉപദ്രവം അധികമായി സഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവ എന്റെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു അത്യന്ത ശക്തി എന്റെ മേൽ വ്യാപരിക്കുകയാണ്. ഇതിനേക്കാൾ അധികം കർത്താവിന് വേണ്ടി നിൽക്കാൻ വിശ്വസിക്കുന്നവരിൽ ആ ദൈവശക്തി ഇന്ന് രാത്രി പകരപ്പെടുകയാണ്. യേശുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കിയ പുനരുദ്ധാനത്തിന്റെ അത്യന്ത ശക്തി. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം വാക്യം എനിക്ക് ഡിസ്പ്ലേയിലും തന്നാ നല്ലത്. നമുക്ക് ഒരുമിച്ച് അത് ഒന്ന് ഉച്ചത്തിൽ പറയാം. റോമ 8:11. ആൻറ്റി ഞാൻ പറയുമ്പോൾ ആൻറ്റി വായിക്കാവുള്ള, അതുവരെ വായിക്കരുത്. ഇത് ഞങ്ങൾ ഒന്നിച്ചാണ് വായിക്കുന്നത്, എല്ലാവരും ചേർന്ന് വായിക്കുന്നത്. വായിച്ചാട്ടെ. യേശുവെ, ഒരുമിച്ച് സദസ്സൊരുമിച്ച്. യേശുവിനെ നഴ്സറി അല്ല, ഒരുമിച്ചാണ് വായിക്കുന്നത്. ഏറ്റേറ്റ് പറയുന്നു വേണ്ടല്ലോ, ഒരുമിച്ച്. പുറകിൽ ഡിസ്പ്ലേയില്ലേ ഉണ്ട്, വായിച്ചോ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ താമസിക്കുന്നു എങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. കരമടിച്ചൊന്ന് ഉറപ്പിച്ചാട്ടെ. ഏതെങ്കിലും ഒരു ആത്മശക്തി വരാനല്ല കൈയടിക്കുന്നത്. എൻ്റെ അകത്ത് ക്രിസ്തുവേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മശക്തി, അത്യന്ത ശക്തി എൻ്റെ അകത്ത് താമസിക്കുന്നുണ്ട്. എൻ്റെ അകത്ത് ആത്മശക്തി വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഉടവാ റബാഷ്മാരാ തുൽമ ഹദകജ്മാർമാഷ്മാദാനായ ഉടഹജന യറാഷ്മാദാനാല ഹഷ്മാറാബാൻ ഹഡിഗജന ലഹഷ്മാദിനി ശഗാഥാലാറാബ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് സിസിയാൻ്റിയോട് തമാശയായിട്ട് പറഞ്ഞു. എന്നോട് അയ്യോ ഞാൻ അറിഞ്ഞില്ലല്ലോ പാസ്റ്ററെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇത് ആരെയൊക്കെ അറിയിക്കേണ്ടത് വായിച്ചാൽ ആരെയൊക്കെ അറിയിക്കാണ്ട് നമ്മൾ ഷോക്കായി പോകും. സന്തോഷം വരുമ്പോൾ ഇങ്ങനെയാ, സങ്കടം വരുമ്പോൾ ഇങ്ങനെയാ, കല്യാണം വരുമ്പോൾ ഇങ്ങനെ ആയിപ്പോൾ. അതുകൊണ്ട് പിണങ്ങരുതേ. ഹല്ലേലൂയ. അപ്പം ഞാൻ ആൻറ്റിയോട് തമാശയായിട്ടെന്ന് പറഞ്ഞു. ഇപ്പം ആൻറ്റി എന്നെയും എൻ്റെ വൈഫിനെയും കൂടെ ഒരുമിച്ച് കണ്ടാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കാരണം എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ ഭാര്യ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നുമില്ല, എന്നാ ചെയ്യാനാ. ഹല്ലേലൂയ. മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ ആമേ, ഇന്ന് പകൽ നാം പഠിക്കുകയുണ്ടായി. ആമേ, നമ്മുടെ ഉള്ളിൽ നിന്നൊരു നദി പുറപ്പെടുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ 7 ദിവസത്തെ യോഗം ഇത് നിന്നാലും ഇതിൻ്റെ അലകൾ പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഞായറാഴ്ച ഇത് കഞ്ഞി കുടിച്ച് തീരാൻ പോകുന്ന ഒരു യോഗമല്ല. ഇതിൻ്റെ റിസൾട്ട് ഇന്ന് വരെ കാണാത്തതുപോലെ ഫേസിറ്റി സഭ കണ്ടിരിക്കും. ഇനി പഴയതുപോലെ അല്ല കാര്യങ്ങൾ. ഇന്ന് രാത്രിയിൽ ആമേൻ വാപ്പിളർന്നു നിൽക്കുന്ന മരണത്തിൻ്റെ പാശങ്ങൾ കേൾക്കേ, പാതാള ഗോപുരങ്ങൾ കേൾക്കേ, ആമേൻ യേശുവിനെ കല്ലറയിൽ അടക്കാൻ ശ്രമിച്ച ദുഷ്ടവ്യാപാരങ്ങൾ കേൾക്കേ, നാമം വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ പുറത്തു വരും. എന്തുകൊണ്ട്? യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു പുനരുദ്ധാനത്തിന്റെ ആത്മശക്തി ഞങ്ങളിലും ഉണ്ട്. അത് ഞങ്ങളിൽ വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നാം ഇന്ന് ഏറ്റവും സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലത്താണ് നാം ഉള്ളത്. അതിനായി ചേർന്ന രാമേൻ പറഞ്ഞാട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്താണ് നാം ഉള്ളത്. അതിനായി രാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അത്യുന്നതന്റെ മറവിൽ സർവശക്തനായ ദൈവത്തിൻ്റെ നിഴലിൻ കീഴിൽ പറഞ്ഞാണ്. അത്യുന്നതന്റെ മറവിൽ സർവശക്തനായ ദൈവത്തിൻ്റെ. ഈ വചനമൊക്കെ പറയുമ്പോൾ എല്ലാവരും റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. വാ തുറന്ന് പറയണം.
വചനം ധ്യാനിക്കാൻ മാത്രമല്ല, ഉറക്കെ പറയാനും കൂടെ ഉള്ളതാണ്. നിങ്ങളുടെ വാ തുറന്ന് അത് പറയണം. അതിനുവേണ്ടി ഒരു ഇഷ്ടം നിങ്ങളുടെ ഉള്ളിൽ തോന്നട്ടെ. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളുടെ വീടുകളിലായിരിക്കുമ്പോൾ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ ഒരു വചനം മതി നിങ്ങളുടെ വായിൽ നിന്ന് പുറത്തു വരുന്നത്. അത് കർത്താവ് ചെയ്യുന്നത് പോലെ അത്ഭുതങ്ങൾ ചെയ്യാനിടയാക്കും. അത് റോമാലേഖനം 10:17 പറയുന്ന വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും. ഒരു ടെസ്റ്റ് പറയുന്നു, ദൈവം എന്നതുപോലെ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ഇന്ന് രാത്രി ഞാൻ ആത്മമണ്ഡലത്തിൽ അത് കാണുന്നു. ചില വചനം ലിറ്ററലി ദൈവം എന്നതുപോലെ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരികയാണ്. അപ്പം മരണനിഴലിൻ താഴ്വരയിൽ അതിൽ നിന്ന് വഴുതി രക്ഷപ്പെടുന്ന എണ്ണയുടെ ഒരു അഭിഷേകമുണ്ട്. അത് ഇന്ന് രാത്രി ചിലരുടെ മേൽ അഡ്വാൻസായിട്ട് ദൈവം പകരുന്നു. ഹല്ലേലൂയ. ചിലത് ആ പ്രതിസന്ധി കൂടെ പോകുമ്പോൾ രക്ഷപ്പെടാനുള്ള ആത്മശക്തിയാണ്. ചിലത് മുൻപേ നിങ്ങളിൽ പകരുന്നതാണ്. ഇങ്ങനെ ഒരു പദമുണ്ട്, അത് ബൈബിളിൽ നിന്നല്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ സൂക്ഷിക്കുന്നത്. ഇന്ന് രാത്രി ചിലരെ സംബന്ധിച്ച് നീ ചിലതിനെയൊക്കെ കൊടഞ്ഞൊഴിയുന്ന രാത്രിയാണ്. ശിംശോന്റെ മേൽ വന്ന പോലൊരു അഭിഷേകം നിന്നെയും നിന്റെ തലമുറയെയും നിന്റെ നന്മകളെയും നിന്റെ ശരീരത്തെയും നിന്റെ ആത്മമണ്ഡലത്തിന്റെ മുന്നേറ്റങ്ങളെയും ആ സാമ്പത്തിക മേഖലയുടെ വർധനവിനെയും ചണക്കയറുകൾ കൊണ്ട് ജാതീയ ശക്തികൾ ബന്ധിക്കാൻ ശ്രമിക്കുമ്പോൾ ശിംശോന്റെ മേൽ സ്വർഗത്തിൽ നിന്നുള്ള ആത്മശക്തി വന്നപ്പോൾ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവൻ കൊടഞ്ഞൊഴിഞ്ഞു കളഞ്ഞു. കൊടഞ്ഞൊഴിഞ്ഞാട്ടെ. അത് നിന്റെ ബോഡി ലാംഗ്വേജ് ആണ്. ഇടത്തും വലത്തും മിണ്ടാതിരിക്കുന്നവനെ നീ മാതൃകയാക്കരുത്. ഇടത്തും വലത്തും കരമടിക്കാത്തവനെ നീ മാതൃകയാക്കി നശിക്കരുത്. ആരാധിക്കുന്നവനെ നീ മാതൃകയാക്കിയാട്ടെ. പരിശുദ്ധാത്മാവാം ദൈവത്തെ മേഘമായി ബൈബിൾ ചിത്രീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവത്തെ മഴയായി ബൈബിൾ ചിത്രീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവത്തെ വെള്ളമായി വചനം ചിത്രീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവാം ദൈവത്തെ തീയായും കാറ്റായും ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ശത്രുവിൻ്റെ പിടുത്തത്തിൽ നിന്ന് വഴുതി രക്ഷപ്പെടാൻ ഒരു പ്രത്യേക അഭിഷേകമുണ്ട്. അത് എണ്ണ കൊണ്ടുള്ള അഭിഷേകമാണ്. നിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അത് വിശ്വസിക്കുന്നവർ കരമടിച്ചൊന്ന് ഉത്സാഹത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലോകം, ജഡം, പിശാച് നിന്നെ അമർത്താൻ ശ്രമിച്ചാൽ നിന്നെ കൈ കിട്ടത്തില്ല. നീ വഴുതി രക്ഷപ്പെടും. നിന്റെ ഉച്ച മുതലുള്ള കാൽ വരെ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന്, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് നീ വഴുതി രക്ഷപ്പെടുക മാത്രമല്ല, നിന്റെ നാശം, നിന്റെ തകർച്ച, നിന്റെ മുടിവ് കാത്തിരിക്കുന്ന ശത്രുക്കൾക്ക് മുമ്പാകെ നിനക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഒരു ലഞ്ച് അല്ല, ഡിന്നർ അല്ല, നിനക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കിയിരിക്കുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പുനരുദ്ധാനത്തിന്റെ ആത്മശക്തി എന്നിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. 2023 ഏറ്റവും അവസാനം ഞാൻ ഹോളി ലാൻഡ് ടൂർ, പിന്നെ യുദ്ധമൊക്കെ തുടങ്ങിയായിരുന്നു. അതെനിക്കൊരു ടീമിനെ ലീഡ് ചെയ്യുന്ന ഒരു ചാൻസ് കിട്ടി. എൻ്റെ വൈഫ് അടക്കം എൻ്റെ ചർച്ചിൽ നിന്നും കുറച്ച് പേരുണ്ട്. ഒരു 50 പേര്, ഐ തിങ്ക് ഒരു 7 പേർക്കങ്ങാണ്ട് വിസ കിട്ടിയില്ല. നല്ലൊരു 43-45 പേരെങ്ങാണ്ടുണ്ട്. 53 അങ്ങാണ്ടായിരുന്നു മൊത്തത്തിൽ. ജോർദാൻ, പലസ്തീൻ, ഇസ്രായേൽ, ഈജിപ്ത്, 4 രാജ്യങ്ങൾ 10-15 ദിവസത്തോളം ഞങ്ങൾ യാത്ര ചെയ്തു. യേശുവിൻ്റെ കല്ലറ ഉള്ള അരിമത്തയിലെ ജോസഫിൻ്റെ തോട്ടത്തിൽ ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട്. എൻ്റെ ടീമും ഞാനുമായിട്ട് തോട്ടത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തു പോയി. അപ്പം ഞങ്ങൾക്ക് അവിടെ ഒരു സ്ഥലം അവർ പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്. കൃത്യം അന്ന് ഞായറാഴ്ച ഞങ്ങൾക്ക് ആരാധനയുണ്ട് അതിൻ്റെ അകത്ത്.
അതിൻ്റെ അകത്ത് തിരുവത്താഴ് ശുശ്രൂഷ എനിക്ക് നടത്തണം. കൃപയാൽ ഈ ഗ്രൂപ്പിൽ ഞങ്ങളുടെ കൂടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഓർത്തഡോക്സുകാരിയായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോളി ലാൻഡ് ടൂർ പോകുമ്പോഴുള്ള വലിയൊരു ഗുണം, ഞാൻ ആ ടീം ലീഡ് ചെയ്യുന്നത് പല രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളാണ്. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ടീം ലീഡർ എന്ന നിലയിൽ ആ സ്ഥലവുമായി ബന്ധപ്പെട്ടൊരു പ്രസംഗം എനിക്ക് നടത്താം, പാട്ടും പാടാം. ഏത് ടീമാണോ ആദ്യം പാട്ട് പാടുന്നത് ആ ടീമിൻ്റെ കൂടെ മറ്റെല്ലാ ഭാഷക്കാരും ചേർന്നോളും. ഒരു 2 ദിവസം കൊണ്ട് എനിക്ക് ആ ഐഡിയ ഒക്കെ മനസ്സിലായി. പിന്നെ മലയാളികളല്ലേ, നമുക്കറിയാലോ ഇവിടെ ഇടിച്ചു കയറാനായിട്ട്. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് പല സ്ഥലത്തു നിന്നും ഈ ദൈവവചനവും ആരാധനയും ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് മൂവ് ചെയ്യുമ്പോൾ ആമേൻ, ആ ഓർത്തഡോക്സുകാരിയായ സഹോദരി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് വന്നു, എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരണം. ആമേൻ. ജോർദാൻ നദിയിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ സഹോദരിയെ സ്നാനപ്പെടുത്താനും ദൈവം സഹായിച്ചു. അപ്പോൾ കർത്തൃമേശക്കൊക്കെ ഒരു പുതുമയുണ്ട്, പുതുതായി സ്നാനപ്പെട്ട ആളുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ അരിമത്തയിലെ ജോസഫിൻ്റെ തോട്ടത്തിൽ എൻ്റെ ടീമും ഞാനും തമ്മിൽ ഡിറ്റാച്ച് ചെയ്തു പോയി. ആമേൻ. അത് ഒരു അരമണിക്കൂറോളം എങ്ങനെയോ കൈവിട്ടു പോയി. ഞാനപ്പോൾ പലയിടത്തും ശബ്ദം കേട്ട് ഓടി ചെല്ലുമ്പോൾ അത് വേറൊരു രാജ്യത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ് കണ്ടുപിടിക്കുക. അപ്പം ഞാൻ കുറേ ഓടി അങ്ങ് മടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഓട്ടം നിർത്തിയിട്ട് കല്ലറയുടെ അടുത്ത് പോകാം. അപ്പോൾ ആ സ്ഥലം ഒഴിഞ്ഞു കിടക്കുക, കാരണം ടീമുകൾക്ക് വേണ്ടിയൊക്കെ നിശ്ചയിച്ചിട്ട് സമയമുണ്ട്. ഞാൻ ആ കല്ലറയുടെ വെളിയിൽ ചെന്ന് മനോഹരമായ ഒരു വീഡിയോ, ഞാൻ എൻ്റെ സെൽഫി സ്റ്റിക്കൊക്കെ ഉപയോഗിച്ചൊരു വീഡിയോ ചെയ്തു. ഞാൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവിൻ്റെ അകത്തളത്തിൽ ഒരു ആശയം തന്നു. അതൊരു വെളിപ്പാടായിരുന്നു. ആ വെളിപ്പാട് ഇങ്ങനെ ആയിരുന്നു. യേശു അടക്കപ്പെട്ട കല്ലറയിൽ ആയിരുന്ന സമയത്ത് ആമേൻ 5 വിധ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കല്ലറയ്ക്കകത്തുണ്ടായിരുന്നു. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം പറയുന്നത് പോലെ നമ്മിൽ വസിക്കുന്ന അതേ ആത്മശക്തി, ഒന്നും കൂടെ ഞാൻ റിവേഴ്സായിട്ട് പറയാം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ പുനരുദ്ധാനത്തിൻ്റെ ശക്തി നമ്മിലും ഇന്ന് രാത്രി വസിക്കുന്നു. ആത്മശക്തി യേശുവിൻ്റെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേക സമയം ഇറങ്ങി വന്നു. ഈ ആത്മശക്തി കർത്താവിൻ്റെ ശരീരത്തിൽ ഇറങ്ങി വരുന്നതിന് മുമ്പ്, മരിച്ചവരിൽ ഉയർപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് കല്ലറയിൽ അഭിമുഖീകരിച്ച 5 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പ്രശ്നം കല്ലറയ്ക്കകത്ത് ഇരുട്ട്. രണ്ടാമത്തെ പ്രശ്നം കല്ലറയ്ക്കകത്ത് ഏകാന്തത. മൂന്നാമത്തെ പ്രശ്നം വലിയൊരു കല്ല് അതിന് മുമ്പിൽ ഉരുട്ടി വെച്ചിരിക്കുകയാണ്. നാലാമത്തെ പ്രശ്നം കല്ലിന് മുകളിൽ ഔദ്യോഗിക മുദ്രയിട്ടിരിക്കുന്നു. അഞ്ചാമത്തെ പ്രശ്നം ഇതൊക്കെ പൊട്ടിച്ചു പുറത്തു വന്നാലും ഒരു കൂട്ടം പടയാളികൾ ആമേൻ വാളും കുന്തവുമായി കാവൽ നിൽക്കുകയാണ്. എന്നാൽ ഈ പുനരുദ്ധാനത്തിന്റെ ശക്തി, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മശക്തി, നമ്മിലും ഇന്ന് രാത്രി വസിക്കുന്ന അതേ ശക്തി ഒരു പ്രത്യേക നിമിഷം യേശുവിന്റെ മർത്യ ശരീരത്തിലേക്ക് വന്നപ്പോൾ ഇരുട്ട് മാറിപ്പോയി, ഏകാന്തത മാറിപ്പോയി, കല്ലുരുണ്ട് മാറി, ഔദ്യോഗികമായിട്ട് രേഖകൾ പൊട്ടിമാറി, അവൻ പടയാളികൾ താഴെ വീണു. ഇന്ന് രാത്രി അതേ ശക്തി ചിലരിലും വ്യാപരിക്കുകയാണ്. നിന്റെ ഇരുട്ട് മാറുകയാണ്, ഏകാന്തത മാറുകയാണ്. നിന്റെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്ന കല്ല് തനിയെ ഉരുണ്ടു മാറുകയാണ്. ഔദ്യോഗികമായി രേഖകൾ കൊണ്ട് നിനക്കെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്ന സകലവിധമായ ഔദ്യോഗിക ബന്ധനങ്ങളും ഇന്ന് രാത്രി പൊട്ടുകയാണ്. പടയാളികൾ താഴെ വീഴുകയാണ്. ആ ശക്തി ഇന്ന് രാത്രി നമ്മുടെ മർത്യ ശരീരത്തിൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണനിഴലിൻ താഴ്വരയുണ്ട്, ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്. ശത്രുക്കളുണ്ട്, ശത്രുക്കളുടെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറക്കെ 2 ഹല്ലേലൂയ എക്സ്ട്രാ പറഞ്ഞിട്ടേ പോകാവുള്ളൂ. അത് പിശാചിനോടുള്ളൊരു ചലഞ്ചാണ്. പറഞ്ഞാൽ മതി, പലവിധമായ പ്രയാസങ്ങൾ ഇപ്പോൾ എനിക്കുണ്ട് പിശാചേ. ഈ ദൈവദാസൻ പറയുന്നത് അനുസരിച്ച് വചനം ഇങ്ങനെ പറയുന്നത് കൊണ്ട് നീ എനിക്ക് പിശാചിനോടും ശത്രുക്കളോടും പറഞ്ഞാട്ടെ, ഇനിയൊരു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറുമല്ല, എനിക്ക് വേണ്ടി ഒരു വിരുന്ന സ്വർഗം ഒരുക്കാൻ പോകുന്നത്. ഇന്ന് രാത്രി ശത്രുക്കളുടെ എണ്ണം കൂടുതലായിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ ഹല്ലേലൂയ ഇന്ന് രാത്രി ഉച്ചത്തിലാവട്ടെ. ഇരുള് മാറിപ്പോവുകയാണ്, ഏകാന്തത മാറിപ്പോവുകയാണ്. നിനക്കെതിരെ പൈശാചികൻ കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുകയാണ്. വിശ്വസിക്കുന്നവരിൽ ആ ദൈവശക്തി, ആ ദൈവശക്തി, അത്യന്ത ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുകയാണ്. ആമേൻ. എന്നും വിലാപകാലമല്ല, സന്ധിയെങ്കിൽ നിന്റെ
ജീവിതത്തിൽ കരച്ചിൽ വന്ന് രാപാർക്കുമായിരിക്കാം. എന്നാൽ ഉഷസിംഗലോ ആനന്ദോഷം വരുന്നു. വിത്ത് ചുമന്ന് കരഞ്ഞും നടന്നും കൊണ്ട് വിതയ്ക്കുന്നവരെ, കറ്റ ചുമന്നു ആർത്തും കൊണ്ട് വരുന്ന ഒരു കാലം വരുന്നുണ്ട്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവരെ ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, നീ ആർപ്പോടെ കൊയ്യും, ആർപ്പോടെ കൊയ്യും, ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ആമേൻ ചിലരെ വിവേചിച്ച് ഞാൻ സംസാരിക്കുകയാണ്. ഈ കൂട്ടവുമായി ബന്ധപ്പെട്ട് ഒരിക്കലും നിങ്ങളുടെ സാഹചര്യം ഈ കൂട്ടായ്മയിൽ ഇത്രത്തോളം സെഷനുകൾ വന്ന് പങ്കെടുക്കാൻ കഴിയാത്തതുപോലെ വളരെയധികം പ്രതികൂല സാഹചര്യങ്ങളിലായിരിക്കുന്ന, മറ്റാരോടും പറയാത്ത പ്രയാസങ്ങളിലായിരിക്കുന്ന ചിലരെ ഇന്ന് രാത്രി ദൈവം എസ്പെഷ്യലി തൊടുകയാണ്. നിന്റെ ജീവിതത്തിൽ ആമേൻ അടക്കത്തിൻ്റെ ഒരു വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഉയർപ്പിൻ്റെ ഒരു ഞായറാഴ്ച വരുന്നുണ്ട്. ഒരു ചിന്തകൻ ഇങ്ങനെ പറയുകയുണ്ടായി, ദിസ് ഈസ് ഫ്രൈഡേ ബട്ട് സൺഡേ ഈസ് കമ്മിങ്. ഇന്ന് രാത്രി നീയും പിശാചുകൾ പറഞ്ഞാട്ടെ, ഇത് ഇരുളിൻ്റെയും ഏകാന്തതയുടെയും കല്ലുകൾ ഉരുട്ടി വച്ചിരിക്കുന്ന തടവറയുടെയും ഒരു വെള്ളിയാഴ്ചയാണെങ്കിൽ ഇത് നിലനിൽക്കത്തില്ല പിശാചേ. ഞാൻ ശക്തിയോടെ ആത്മാവിന്റെ ബലത്തോടെ പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. ചേർന്ന് പറഞ്ഞാട്ടെ, സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. ഹല്ലേലൂയ. സങ്കീർത്തനം 23:4 മരണനിഴലിൽ നിന്ന് അത്യുന്നതന്റെ മറവിലേക്ക്, സർവശക്തന്റെ നിഴലിൻ കീഴിലേക്ക് ഇന്ന് രാത്രി ജനത്തെ ദൈവം മാറ്റുന്നു. അതിന് രാമേൻ പറഞ്ഞാട്ടെ. സങ്കീർത്തനം 23:4 മരണനിഴലിൻ താഴ്വരയിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആമേൻ ശക്തിയുടെ നിഴലിലേക്ക് ഇന്ന് രാത്രി ചിലരെ ദൈവം മാറ്റുകയാണ്. ലൂക്കോസ് 1:35 ആധാരമായിട്ട് വേഗത്തിൽ വായിക്കാം. ആമേൻ. മരണത്തിൻ്റെ നിഴലിൽ താഴ്വരയിൽ ഇന്ന് രാത്രി ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ് ന്യൂസ്, ഗ്ലാഡ് ന്യൂസ്. Gospel according to Luke chapter 1 verse 35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഇതൊരു സന്തോഷ വാർത്തയായിട്ട് നിങ്ങൾ സ്വീകരിക്കണം. മരണനിഴലിൻ താഴ്വര നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവാ. ആമേൻ പറഞ്ഞാട്ടെ. അത്യുന്നതന്റെ ശക്തിയുടെ നിഴലിന്റെ കീഴിലേക്ക് ഇന്ന് രാത്രി ദൈവം നിന്നെ കൊണ്ടുവരികയാണ്. ആ കീഴിലാകാൻ എത്ര വരുന്ന രാത്രി ഇഷ്ടപ്പെടുന്നുണ്ട്? മറിയോട്, പകച്ചു നിൽക്കുന്ന മറിയോട്, അത്ഭുതകരമായ ദൂത് കേട്ട മറിയോട്, ചരിത്രത്തിൽ ഒരാളുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത വാഗ്ദത്തങ്ങളുടെ മുമ്പിൽ പതറി നിൽക്കുന്ന മറിയോട്, ഇതെന്തോന്നിനാൽ സംഭവിക്കും? ആമേൻ. എൻ്റെ കല്യാണം നടന്നിട്ടില്ലല്ലോ, ഉറക്കലല്ലേ നടന്നുള്ളൂ, ഒരു പുരുഷനെ എനിക്കറിയില്ല. ഇന്ന് രാത്രി നിന്റെ ചെവിക്ക് ത്തോട്ട് കയറി നിന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും നീ പാർക്കുന്ന നിന്റെ വീടിന്റെ അകത്തളത്തിൽ സ്വർഗത്തിലെ നിന്നെ ദൈവത്തിന്റെ നിർഭയത്വത്തിന്റെ ആമേൻ വിശ്രമത്തിന്റെയും സമാധാനത്തിന്റെ സ്ഥലമാക്കി അതിനെ മാറ്റിയതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നീ ഇവിടെ ആരാധിക്കുമ്പോൾ കെട്ടപ്പെട്ട, മൂടപ്പെട്ട, പതറിപ്പോയ വാഗ്ദത്തങ്ങൾ സംഭവിക്കുമോ എന്ന് സംശയിക്കുന്ന നിന്റെ മുറിയിൽ, നിന്റെ മുമ്പിൽ, നിന്റെ ചെവിക്കകത്തോട്ട് നിന്ന് ആത്മാവ് പറയുകയാണ്, സംഭവിക്കും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധ ആത്മാവ് നിന്റെ മേൽ വരും. ഹല്ലേലൂയ. ആമേൻ. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ദൂതൻ പറയുക, നിന്നിൽ വിശുദ്ധമായത് ഉൽപാദിതമാകും. പ്രൈസ് ദി ലോർഡ്. നാളെയെക്കുറിച്ചുള്ള ആശങ്കയൊന്നും വേണ്ട, എന്ത് സംഭവിക്കുമെന്നുള്ള ആകുലത വേണ്ട. ആമേൻ. സംശയിക്കേണ്ട, നല്ലത് വരത്തേ ഉള്ളൂ. ഇന്ന് രാത്രി നമ്മുടെ ശരീരമാകുന്ന പ്ലാറ്റ്ഫോം പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയ്ക്കായി വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലമാക്കി ദൈവം നമ്മെ മാറ്റും. ഞാൻ വേഗത്തിൽ കൺക്ലൂഷനിലേക്ക് ഓടിപ്പോവുകയാണ്. സമയ പരിമിതി നമ്മുടെ മുമ്പിലുണ്ട്.
സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലത്ത്. ആമേൻ. 3 ചോദ്യങ്ങൾ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുകയാണ്. എങ്ങനെ സമാധാനം ലഭിക്കും? എങ്ങനെ നിർഭയമായി കഴിയും? എങ്ങനെ സ്വൈര്യ വിശ്രമം പ്രാപിക്കും? ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു. സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലത്ത്. ഈ വാക്കുകളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുകയാ. ഇന്ന് 5-ാം ദിവസം രാത്രിയും നിങ്ങൾ ഈ തീം ബേസ് ചെയ്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലത്ത് എങ്ങനെ ദൈവത്തിൻ്റെ സമാധാനം നാം പ്രാപിക്കും? എങ്ങനെ നിർഭയമായി കഴിയും? എങ്ങനെ സ്വൈര്യ വിശ്രമം പ്രാപിക്കും? ചേർന്ന് ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർ 3 ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പറഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത്. ആമേൻ. സമാധാനവുമായി ബന്ധപ്പെട്ട് യോഹന്നാൻ 14:27 വാക്യത്തിൽ 1-ാം സ്റ്റെപ്പ് ഞാൻ പറയുകയാണ്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. അല്ലേ? ഞാൻ നിങ്ങൾക്ക് ചേർന്ന് വായിക്കാം. യേശു പറയുക, സമാധാനം ഞാൻ നിങ്ങൾക്ക്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. യോഹന്നാൻ 14:27 ഞാൻ വായിച്ചത്. ബേസിക്കായി ആമേൻ, അടിസ്ഥാനപരമായി ആമേൻ, ദൈവം നമുക്ക് തരുന്ന സമാധാനത്തിൽ 2 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ദൈവം തരുന്ന സമാധാനത്തിൽ ചേർന്നല്ല രാമൻ പറഞ്ഞാട്ടെ. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നാം ഭ്രമിച്ചു പോകത്തില്ല, നാം കലങ്ങിപ്പോകത്തില്ല. 2 ആമേൻ പറഞ്ഞാട്ടെ. ഒന്നും കൂടെ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ആമേൻ. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. എല്ലാവരും ചേർന്ന് വായിച്ചാട്ടെ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം, കർത്താവിൻ്റെ മുഖത്തുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള രാമൻ പറഞ്ഞാട്ടെ. എന്തൊക്കെ ഇളകി മറിഞ്ഞ പ്രശ്നങ്ങൾ വന്നാലും കർത്താവ് എപ്പോഴും സൗമ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ കൂളായിട്ട് കാര്യങ്ങൾ നേരിടുമായിരുന്നു. ഒരിക്കൽ താൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് കൽപ്പന വന്നു, പ്രസംഗം നിർത്തിക്കോളാൻ പറഞ്ഞു. യേശു കൂളായിട്ട് മറുപടി പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറയും, ഇന്നും നാളെ ഞാനിവിടെ പ്രസംഗിക്കും. പലരും കർത്താവിനെ പിടിക്കാൻ വന്നു, കൊല്ലാൻ വന്നു, തള്ളിയിടാൻ വന്നു, ഉപദ്രവിക്കാൻ വന്നു. യേശു പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. നിന്നെക്കുറിച്ച് ദൈവം വിളിച്ച നിൻ്റെ ജീവിതത്തിൻ്റെ പദ്ധതിയിൽ, നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തിക്കപ്പെടാതെ നിന്റെ മുടിയെ തൊടാൻ പിശാചിനെ ദൈവം അനുവദിക്കത്തില്ല. ഈ തൻ്റെ ഇടം, ഈ ഉറപ്പ് കർത്താവിൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. അല്ലെ? അങ്ങനെ വചനം, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിയെന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിൻ്റെ പരിജ്ഞാനം. എല്ലാവരും പറഞ്ഞേ പരിജ്ഞാനം. കുറച്ചും കൂടെ ശബ്ദത്തിൽ. എന്തോ അത് മലയാളത്തിൽ അത് പിരിച്ചെഴുതിയാൽ പരനെ കുറിച്ചുള്ള ജ്ഞാനം, അപ്പനെ കുറിച്ചുള്ള അറിവ്. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് കൈ തന്ന് വേണേൽ മുദ്രപ്പേപ്പറിൽ എഴുതി തരാം. നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് മെഡിക്കൽ സയൻസ് അല്ല. നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഈ ഗവൺമെന്റ് അല്ല. നിന്റെ ഭാവി നിശ്ചയിക്കുന്ന അപ്പനും അമ്മയുമല്ല. ഒരിക്കൽ ദാവീദ് പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ചേക്കുകയാണ്. നിന്റെ ഭാവി നിശ്ചയിക്കുന്നത് ഈ ലോകത്തിൻ്റെ നിയമങ്ങളല്ല. നിന്റെ ഭാവി നിശ്ചയിച്ചിരിക്കുന്നത് അകത്തളത്ത് ജീവിക്കുന്ന ദൈവമാണ്. കരമടിച്ചതിനെ ഉറപ്പിച്ചാട്ട്. കർത്താവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു തൻ്റെ ഇടത്തോടെ വിളിച്ചു പറഞ്ഞു,
കൊല്ലുമെന്നല്ലേ പറയുന്നത്, പിടിക്കുമെന്നല്ലേ പറയുന്നത്. ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാനതിനെ പണിയും. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവരാത്രി സ്തുതിച്ചാട്ട് നിന്റെ മേലുള്ള ദൈവ പദ്ധതികൾ ഈ ലോകത്തിൽ നിന്റെ ആയുസ്സിൽ ദൈവം വെച്ചതിനെ അത് നിവർത്തിക്കുവോള് മരണത്തിന് കൂടെ തടയാൻ പറ്റില്ല. അഥവാ മരണം നിന്നെ പിടിച്ചാൽ ദൈവം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ ഭയം മാറിപ്പോകട്ടെ, യേശുവിന്റെ നാമത്തിൽ രോഗം മാറിപ്പോകട്ടെ. യേശുവിന്റെ മുഖത്ത് ആവരിച്ച് ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം, അപ്പനെ കുറിച്ചുള്ള അറിവ്, താനുമായുള്ള ഹോട്ട്ലൈൻ റിലേഷൻഷിപ്പ് ഇന്ന് രാത്രി ചിലരിലേക്ക് ദൈവം പകരുകയാണ്. ചിലതിന്റെ മേൽ ദൈവം റീസ്റ്റാർട്ട് നൽകാൻ പോകുന്നു. നിർത്തിവെച്ച ചില ദൈവം പുനരാരംഭിക്കാൻ പോകുന്നു. ഞാൻ ആ ശബ്ദം എൻ്റെ ചെവിക്കകത്ത് കേൾക്കുകയാണ്. സെരുബ്ബാബേലുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾക്ക് സെരുബ്ബാബേലിനെ ദൈവത്തിന് ഇഷ്ടമാണ്. 1, അവൻ്റെ കയ്യിലൊരു തൂക്കുകട്ടയുണ്ട്. 2, അവൻ്റെ കരമാണ് ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നത്. തൂക്കുകട്ട എന്തിനെയാണ് കാണിക്കുന്നത്? മേസന്മാർ ബിൽഡിങ് പണിയുമ്പോൾ, കട്ട വയ്ക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഉയരത്തിലേക്ക് പോകേണ്ട അതിന് കൃത്യമായ രീതി തന്നെ പറക്കി വെക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ പണിയൊന്നും നടക്കുന്നില്ലെങ്കിലും ദൈവം അവൻ്റെ കയ്യിൽ ആ തൂക്കുകട്ട കണ്ടിട്ടൊരു കാര്യം മനസ്സിലാക്കി, ഇവൻ പ്രമാണത്തിൽ നിൽക്കുന്നവനാണ്. ഇന്ന് രാത്രി അല്പമേ ശക്തിയുള്ളെങ്കിലും ഇന്നും വചനം കാത്തു നിൽക്കുന്ന നിന്നെ അവൻ വഴിയിൽ വെച്ച് അസ്തമിപ്പിക്കാൻ ശ്രമിക്കുന്ന സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതങ്ങളെ ഇന്ന് രാത്രി ദൈവം ശാസിക്കും. കരമടിച്ചതിനെ ഉറപ്പിച്ചാട്ട് സെരുബ്ബാബേലിനോട് ദൈവം പറയുകയാണ്, അല്പമേ ശക്തി നിനക്കുള്ളൂ. ഇപ്പൊ പണിയൊന്നും നടക്കുന്നില്ല, ഒന്നും കാണുന്നില്ല, നിന്റെ കയ്യിൽ ഒരു പണിയും നടക്കുന്നില്ല, നീ ഒരു പ്രവൃത്തിയിലുമല്ല, നീ തൂക്കുകട്ട ഇപ്പോഴും കൈ പിടിച്ചിരിക്കുക. അത് അവന്റെ ധൈര്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ഈ ദാരിദ്ര്യം മാറും, ഇന്നല്ലെങ്കിൽ നാളെ തടസ്സങ്ങൾ മാറും. ദൈവം എന്നെ ഏൽപ്പിച്ച പണിയിലേക്ക് ദൈവം വെച്ച പ്രമാണത്തിൽ നിന്നുകൊണ്ട് അണിവിടെ വ്യതിചലിക്കാതെ ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ വിശുദ്ധനായി നിന്ന് പ്രമാണത്തിൽ നിന്ന് വചനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പണി പുനരാരംഭിക്കും. എന്നാൽ ഈ ആലയത്തിന് അടിത്തറയിട്ടു, പണി ആരംഭിച്ചു. ഇന്ന് ചിലരെ ദൈവം ധൈര്യപ്പെടുത്തുകയാണ്. നിന്നെ ഇവിടെ കൊണ്ട് നിർത്താൻ ദൈവം സമ്മതിക്കത്തില്ല. ചിലതിൻ്റെ മേലിന്ന് രാത്രി അത്യന്ത ശക്തി ദൈവം പകരുകയാണ്. ഞാൻ ഈ പറയുന്ന ദൂത് ചിലരിപ്പോഴും സംശയിക്കുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിന്റെ കണ്ണ് കാണുക, നിന്റെ ശരീരം അനുഭവിക്കുമാറ് ഒരടയാളം നിനക്ക് ദൈവം വെളിപ്പെടുത്തിയിരിക്കും. കരമടിച്ചതിനെ സ്വീകരിക്കാത്ത നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ നിർബന്ധമായും നിന്റെ മേൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആ വാഗ്ദത്ത നിവർത്തിക്ക് നിനക്കുള്ളതിനേക്കാൾ നിർബന്ധം ദൈവത്തിനുണ്ട്. നിനക്കുള്ളതിനേക്കാൾ നിർബന്ധം ദൈവത്തിനുണ്ട്. നിനക്കുള്ളതിനേക്കാൾ നിർബന്ധം ദൈവത്തിനുണ്ട്. ഹല്ലേലൂയ. സന്തോഷമുള്ള ഒരു ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും തമ്മിൽ ഭയങ്കര കോമ്പിനേഷനാണ്, നല്ല ചേർച്ചയാണ്. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അവൻ വചനത്തെ ഉറപ്പിക്കും. ഹല്ലേലൂയ. സെരുബ്ബാബേൽ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടേ, അവനിനിയും മുമ്പിലേക്ക് അവന് ആശയൊന്നുമില്ലാതിരിക്കുമ്പോൾ അവൻ തന്നെ അതിനോട് പോരാടുകയാണ്. മുമ്പിൽ ചെറിയ പോരാട്ടമല്ല, ബൈബിൾ പറയുന്നു മഹാപർവ്വതം പോലെ ആ പ്രതികൂലം നിൽക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ചെവിക്കകത്തേക്ക് കയറി നിന്നൊരു ദൂത് കൈമാറുകയാണ്. ഇന്നലെ വരെ നീ പോരാടിയതിനോട്, പ്രാർത്ഥനയിലും പോരാടിയതിനോട്, കൂട്ടമായി നിന്ന് പ്രാർത്ഥിച്ചു പോരാടിയതിനോട് ഇന്ന് രാത്രി ദൈവം പറയുന്നു, ഇനി നീ പോരാടണ്ട, ഞാൻ പോരാടിക്കോളാം. ആമേൻ. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തോട് ദൈവം പറഞ്ഞു, ഇനി സെരുബ്ബാബേൽ അല്ല നിനക്കെതിരെ നിൽക്കാൻ പോകുന്നത്. നീ ആരായാലും, നീ ഏത് ശക്തിയായാലും, നീ ഏത് വ്യക്തിയായാലും ഞാൻ നിന്റെ അടിത്തറയിൽ ആണിക്കല്ല് കയറ്റും. ഹല്ലേലൂയ. നീ സമഭൂമിയായി തീരും. ആമേൻ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലത്രേ.
ഒരു ചെറിയ ശബ്ദമേ പുറപ്പെടുവിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഇപ്പൊ നീ മൗനമായിട്ടിരിക്കരുത് കേട്ടോ. ഒന്ന് മൂളുവെങ്കിലും ചെയ്തോണം. കാരണം യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവന്റെ ആമേൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സിംഹക്കുട്ടിയാ നീ. നിന്റെ രാത്രി നിന്റെ കൊച്ചു ശബ്ദം പോലും പിശാചിന്റെ കൊത്തളങ്ങളെ വിറപ്പിക്കുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കുകയാണ്. നാവിനെ ദൈവാത്മാവ് ഏറ്റെടുക്കുകയാണ്. ദൂതനോട് സംസാരിച്ചാട്ട് നിന്റെ നാവിന്റെ ഭാഷ മാറുകയാണ്. മൗനമായിരിക്കരുത്. എന്നോട് ദൈവം പറയുന്നു, നിന്റെ വായു വിസ്താരത്തിൽ തുറന്നാട്ട് ദൈവം അതിനെ നിറയ്ക്കുകയാണ്. ദൂരത്ത് ചരത്ത് ആമേൻ ഇന്ന് രാത്രിയിൽ ദൈവദൂതന്മാരുടെ സംഘം ഇറങ്ങിയിരിക്കുകയാണ്. ദാനിയേലിന്റെ പ്രാർത്ഥനാ മുറിയിൽ അവന്റെ 21 ദിവസത്തിന്റെ ഒടുവിൽ ആമേൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു, പർസി രാജ്യത്തിന്റെ പ്രഭു നിന്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ യുദ്ധം നടക്കുകയാണ്. നിന്റെ മറുപടിയുമായി ഞാൻ വന്നിരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥന മറുപടിയെ താമസിപ്പിക്കുന്ന സെരുബ്ബാബേലിന്റെ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തിയ അവന്റെ പണിയെ നിർത്തിക്കളഞ്ഞ മഹാപർവ്വതത്തോട് ദൈവം ചോദിക്കുകയാണ്, നീ ആരാണ്? നീ ആരാണ്? ഹല്ലേലൂയ. നിനക്ക് കൃപ കൃപ എന്ന ആർപ്പോടുകൂടി ഞാൻ ആണിക്കല്ല് കയറ്റും. എല്ലാവരും പറഞ്ഞു കൃപ കൃപ. അയ്യോ, കർത്താവ് തന്നെ പറയുന്നു കൃപ കൃപ എന്ന ആർപ്പോടാ. ഒന്ന് ആർത്ത് പറഞ്ഞ കൃപ. ആഹാ, ഇത്ര ഉണ്ടായിരുന്നു കൃപ. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ എന്നൊരു പേരുണ്ട് കർത്താവിന്. അതിൻ്റെ രക്തത്തിൻ്റെ വിലകളാണ് നമ്മൾ. സിംഹം വലിപ്പം കൊണ്ടല്ല രാജാവായതും, സിംഹം സ്പീഡ് കൊണ്ടുമല്ല രാജാവായതും, സിംഹം ബുദ്ധി കൊണ്ടുമല്ല രാജാവായത്. ബുദ്ധി കൊണ്ടാണെങ്കിൽ കുറുക്കനായേനെ, വലിപ്പം കൊണ്ടാണെങ്കിൽ ആനയായേനെ, സ്പീഡ് കൊണ്ടാണെങ്കിൽ ചീറ്റ പുള്ളിപ്പുലിയ കൊല്ലായേനെ. ഇതൊന്നുമല്ല സിംഹത്തിൻ്റെ പ്രത്യേകത. അവനൊരു മുരളിച്ചയുണ്ട്. നിങ്ങൾ സൂവിൻ്റെ അടുത്തോട്ട് കൊല്ലം ചെന്ന് വലിയ വലിപ്പമുള്ള ആനയുടെ ശബ്ദവും നിങ്ങൾ കേൾക്കത്തില്ല. ബുദ്ധിയും എന്ന് പറയുന്നത് കുറുക്കൻ്റെ ഒരിടലുമല്ലേ കേൾക്കുന്നത്. കിലോമീറ്റർ ദൂരെ ഈ ഒരു അവൻ്റെ ആ ഗർജനം കേൾക്കുമ്പോൾ കാടും കൂടെ വിറയ്ക്കും. ദൈവസന്നിധിയിൽ നീ വാ കൂട്ടിപ്പിടിച്ചിരിക്കരുത്. എന്തോ മനസ്സിലായിട്ടല്ല നീ ദൈവത്തെ സ്തുതിക്കുന്നത്. ഇന്ന് രാത്രി നിന്റെ വീടിൻ്റെ അകത്തളത്തിൽ, ആലയത്തിൻ്റെ അകത്തളത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായ സിംഹക്കുട്ടികൾ ഇന്ന് രാത്രിയിൽ ആഘോഷത്തോടെ പറഞ്ഞാട്ട് കൃപ കൃപ. Oh, thank you, Jesus. Thank you, Holy Spirit, the God, for the mighty anointing. For the mighty anointing. Hallelujah. Hallelujah. Amen. കൃപ കൃപയെന്ന ആർപ്പോടുകൂടിയാണ് കല്ല്. ഞാൻ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആമേൻ. സമയപരിമിതി നിമിത്തമാണ്. ചേർന്നൊരാമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ മേൽ ബേസിക്കായി പകർന്ന ഈ സമാധാനം, യേശു പറയുന്നത് എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഹല്ലേലൂയ. സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇന്ന് രാത്രി ആരുടെ മേലൊക്കെയോ ദൈവം അത് പകരുകയാണ്. ഞാനൊന്നും കൂടെ നിങ്ങളുടെ അടുത്ത് വന്ന് സ്നേഹത്തോടെ പറയാം, അത് നിങ്ങളുടെ ബുദ്ധിയെ കവിയുന്ന സമാധാനമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ബുദ്ധി എന്തൊക്കെയോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി അതിനെല്ലാം ഡിലീറ്റ് ചെയ്താട്ടെ. ബുദ്ധിക്ക് അതീതമായിട്ടൊരു സമാധാനം ദൈവം പകരുകയാണ്.
ബുദ്ധി കൊണ്ട് നിനക്ക് ചിന്തിച്ച പറ്റാത്ത ചില കാര്യങ്ങളെ സ്വർഗം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി അനുവദിച്ച് തരുകയാണ്. ബുദ്ധിയെ കവിയുന്ന, ബുദ്ധി പറയുന്നു നടക്കത്തില്ല, ബുദ്ധി പറയുന്നു നിയമം ഇങ്ങനെയാണ്, ബുദ്ധി പറയുന്നു ഡോക്ടർ അങ്ങനെ പറഞ്ഞു, ബുദ്ധി പറഞ്ഞു ഇത് തീരാൻ പോവുകയാണ്. എന്നാൽ ആ ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ഇന്ന് രാത്രിയിൽ കരയുന്ന മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മക്കളെ ഇന്ന് രാത്രി സ്പർശിക്കുന്ന, നിങ്ങളുടെ മക്കളെ ഉയർത്തുന്ന, ഈ തലമുറയിൽ ദൈവത്തിന്റെ അഭിഷക്തരായി അവരെ കർത്താവ് കരങ്ങൾ എടുക്കുന്ന ഒരു അത്ഭുത അഭിഷേകം ഇന്ന് രാത്രി സംഭവിക്കുകയാണ്. പ്രാപിച്ചാട്ടെ. ബുദ്ധിയും ശരിയും ഒക്കെ പറയുന്നത് പലതും ആമേൻ, അത് ആമേൻ ഒരു പക്ഷേ സത്യമായിരിക്കും, അത് യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷെ സത്യം പറയുന്നത് ദൈവം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം പാടിയത് നീരേയൻ വഴി, നീരേയൻ സത്യം, നീരേയൻ ജീവൻ എൻറോ. യേശു മാത്രമാണ്. ഞാൻ പറയുന്നതിന് ആമേൻ പറയും. വഴിയും സത്യവും ജീവനും. കരങ്ങളടിച്ച് അതിനെ അങ്ങോട്ട് സ്വീകരിച്ച് ഹൃദയത്തിൽ. വഴിയും സത്യവും ജീവനും. ആവർത്തിച്ചാട്ട്, യേശു മാത്രമാണ് വഴിയും സത്യവും ജീവനും. സമാധാനം എങ്ങനെ ലഭിക്കും? സ്റ്റെപ്പ് നമ്പർ 2, ഫിലിപ്പിയ ലേഖനം 4:6-7 പകൽ നാം പഠിച്ചതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. സ്റ്റെപ്പ് നമ്പർ 1 ആമേൻ. യോഹന്നാൻ 14:27 ആമേൻ. നമ്മൾ എവിടെയാ പാർക്കുന്ന? സമാധാന നിർഭയ സൗര്യ വിശ്രമ സ്ഥലത്ത്. വീണ്ടും ആവർത്തിച്ചാട്ടെ, സമാധാന നിർഭയ സൗര്യ വിശ്രമ സ്ഥലത്ത്. സ്റ്റെപ്പ് നമ്പർ 2 ഫിലിപ്പിയ 4:6-7 ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ആമേൻ പറഞ്ഞാട്ടെ. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും. സ്റ്റെപ്പ് നമ്പർ 2 ഞാൻ നിൽക്കുന്നില്ല. സ്റ്റെപ്പ് നമ്പർ 3 ആമേൻ. കൊലോസ്യ ലേഖനം 3:15-16 ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനു വേണ്ടിയാണല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പീൻ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ആമേൻ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. സമാധാന സ്റ്റെപ്പ് നമ്പർ 3 കൂടെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. 3 ആമേൻ പറഞ്ഞേ. ബേസായിട്ട് നമ്മൾ പറഞ്ഞു യോഹന്നാൻ 14:27 യേശു പറഞ്ഞു എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഫ്രീ ആണ്, തന്നേച്ചു പോകുന്നു, വിലയൊന്നും കൊണ്ട് തന്നേച്ചു പോകുന്നു. എത്ര പേര് സ്വീകരിച്ചു എന്നൊന്നും എനിക്കറിയില്ല. ചിലതൊക്കെ കർത്താവ് തരുമ്പോൾ അങ്ങ് വാങ്ങിക്കോണേ, വലിയ ഇങ്ങനെ മൂപ്പിച്ചിരിക്കരുത്, പിന്നെ കിട്ടത്തില്ല. കിട്ടുമ്പോൾ വാങ്ങിക്കോണം. ചിലതൊക്കെ പിന്നെ വിചാരിച്ചാൽ കിട്ടത്തില്ല. ബുദ്ധിയുള്ളവരൊക്കെ അത് ചാടി പിടിച്ചുകൊണ്ട് പോകും. ആമേൻ. യേശു തരുന്ന സമാധാനം പ്രാപിച്ചവരാമേൻ പറഞ്ഞാട്ടെ. നമ്മളത് അനുഭവിക്കാൻ പോവുക. അതിന് കൈയടിച്ച് ആ പിശാച് കേൾക്ക ഉറപ്പിച്ചാട്ടെ. ഇനി പതറത്തില്ല, ഇനി ഭ്രമിക്കത്തില്ല, ഇനി കലങ്ങത്തില്ല. കാരണം യേശു എനിക്ക് എന്ന സമാധാനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ, ദുരന്ത വാർത്തകളുടെ നടുവിൽ, ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുടെ നടുവിൽ ഞാൻ ഭ്രമിച്ചു പോകാത്ത, കുലുങ്ങിപ്പോകാത്ത, കലങ്ങിപ്പോകാൻ അനുവദിക്കാത്ത സമാധാനം. സ്റ്റെപ്പ് നമ്പർ 2 ഫിലിപ്പിയ ലേഖനം 4:6-7 അതും പോട്ടെ. സ്റ്റെപ്പ് നമ്പർ 3 കൊലോസ്യ 3:15 മുതൽ എന്താ പറയുക? ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ വാഴട്ടെ. എല്ലാവരും പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ മേൽ വാഴട്ടെ. എൻ്റെയൊക്കെ അർത്ഥം അറിയാമോ? വാഴട്ടെ. ഹലോ, വാഴട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? അധികാരം നടത്തട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം ഇനി നമ്മൾ വാഴാൻ പോകുന്നേ, പിശാചല്ല വാഴാൻ പോകുന്നേ. സഭയൊന്ന് ഉത്സാഹിച്ചാണ് പിടിക്കുന്നതെങ്കിൽ ഈ പട്ടണത്തിൻ്റെ മേൽ ആ സമാധാനം വാഴും. ഒരു പിശാചുമല്ല വാഴാൻ പോകുന്നത്, ഒരു ദോഷവുമല്ല വാഴാൻ പോകുന്നത്, അനർത്ഥമല്ല വാഴാൻ പോകുന്നത്, ദാരിദ്ര്യമല്ല വാഴാൻ പോകുന്നത്. യേശുവിൻ്റെ സമാധാനം വാഴും.
അവിടെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ. അതിനു വേണ്ടിയാണല്ലോ. ഒരു മലയാളം ട്രാൻസ്ലേഷനിൽ അല്പം ഒരു ഇഷ്യൂ ഉള്ള പോലെ, ഒറിജിനൽ ടെക്സ്റ്റ് അതിൻ്റെ മലയാളം, അതിനു വേണ്ടിയാണല്ലോ നിങ്ങൾ സഭയിലേക്ക് സഭയായി വിളിക്കപ്പെട്ടിരിക്കുക. അതതിൻ്റെ അർത്ഥം ഒറിജിനൽ അല്ലേ. അതിനു വേണ്ടിയാണല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹലോ, കൂടെ ഉണ്ടോ? എല്ലാവരും കൂടെ ഇല്ലയോ? അതുകൊണ്ട് ദൈവസഭ നിങ്ങളുടെ പ്രയോറിറ്റിയായി മാറണം. രാമയും പറഞ്ഞാട്ടെ, ദൈവസഭ നിങ്ങളുടെ പ്രയോറിറ്റിയായി മാറണം. ദൈവസഭയുടെ ആവശ്യം നിങ്ങളുടെ ഒന്നാമത്തെ ആവശ്യമായി മാറണം. അതിൻ്റെയൊക്കെ ആമേനൊക്കെ ഇച്ചിരി കുറഞ്ഞു. ദൈവസഭയുടെ കാര്യങ്ങൾ നിങ്ങളുടെ ഒന്നാം ആമേൻ മുൻഗണനയായി മാറിയാൽ നിങ്ങളുടെ മേലിനി മേലെ പിശാച് വാഴാൻ ദൈവം സമ്മതിക്കത്തില്ല. രോഗം നിരന്തരം വാഴാൻ ദൈവം സമ്മതിക്കത്തില്ല. ഞാൻ ഇനി ആവർത്തിച്ച് പറയുന്നു, പിശാച് നമ്മെ ഒന്ന് കുലുക്കി നോക്കാൻ പ്രതിസന്ധികളും രോഗങ്ങളുമൊക്കെ ഇടയ്ക്കൊക്കെ കൊണ്ടുവരാം. അങ്ങനെയുള്ള താഴ്വരയിലൂടെ നാം കടന്നു പോകാം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമ്മിൽ നിരന്തരം വാഴാൻ അവയ്ക്ക് പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ ചേർന്ന് രാമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഇങ്ങനെ പറയണം, അതുമായിട്ടൊക്കെ പ്രതിസന്ധിയായിട്ട് വരുമ്പോൾ നിങ്ങൾ പറയണം, ഐ ആം ബിസി വിത്ത് പീസ്. ഞാൻ സമാധാനവുമായിട്ട് ഇച്ചിരി തിരക്കില്ലാന്ന് പറയണം. ആരും എൻ്റെ കൂടെ ഇല്ലയോ? ഞാൻ ദൈവസഭയുമായിട്ട് കുറച്ച് തിരക്കിലാണ്. ഒന്നും ആവർത്തിച്ച് പറഞ്ഞു, പിശാച് വന്നിടത്തൂടെ വിട്ടുപോകുന്നത് കാണാം. ഇന്ന് രാത്രി ചിലതൊക്കെ വാലും മടക്കി ഈ രാത്രി നിന്റെ ഏരിയ വിട്ട് ഓടുകയാണ്. കാരണം വചനം പറയുന്നു, ക്രിസ്തുവിൻ്റെ സമാധാനം, അത് തന്നേച്ചു പോയ സമാധാനം, കവിയുന്ന സമാധാനം, മറ്റുള്ളവരിലേക്ക് പകരുന്ന സമാധാനം, സകല ബുദ്ധിക്കും മീതെ വ്യാപരിക്കുന്ന സമാധാനം. ഇന്ന് രാത്രി വീണ്ടും മൂന്നാം സ്റ്റെപ്പിൽ പറയുകയാണ്, അതാണ് ഇനി വാഴാൻ പോകുന്നത്. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് നിന്റെ തലമുറയ്ക്കായി കലഹമുള്ള നിന്റെ ആമേൻ കുടുംബ ജീവിതത്തിന്റെ മുമ്പിൽ പിശാചുകൾക്ക്, പിശാച് വാതകത ഉയർത്തുന്ന സകല അലോസരങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി നീ പ്രഖ്യാപിച്ചാട്ട്, ക്രിസ്തുവിന്റെ സമാധാനം എന്റെയും എന്റെ കുടുംബത്തിന്റെ മേലും വാഴട്ടെ. സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. ആ സ്ഥലത്ത് സമാധാനം വാഴും. പിന്നെ അടുത്ത വാക്യങ്ങൾ നല്ലതാണ്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ. അതിനു വേണ്ടിയാണല്ലോ ഏക ശരീരമായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്ത് ഇവിടെ നന്ദിയെക്കുറിച്ച് പറയുന്നുണ്ട്. പകലും ഞാൻ പറഞ്ഞു, മനുഷ്യരോടും ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കണം. രണ്ടാമേൻ പറഞ്ഞാട്ടെ, ഒന്നും കൂടെ ഉറക്ക. രണ്ടാമേൻ, നന്ദിയുള്ളവരായും ഇരിപ്പീൻ, അങ്ങനല്ലേ? അടുത്തത് സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പൗചായ ഈ ആക്ച്വലി ഞാനും 5 ഓഫീസ് ഉപയോഗിക്കുന്ന ആളാണ്. ഐ എം എൻ അപ്പോസിൽ, ഐ എം എ പ്രോഫറ്റ്, ഐ എം എ പാസ്റ്റർ, ഐ എം എ ടീച്ചർ ആൻഡ് ഐ എം എൻ ഇവാഞ്ചലിസ്റ്റ്. 5 ഓഫീസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ പാസ്റ്റർമാരും അങ്ങനെ ആയിരിക്കുന്നത് ഞാൻ കരുതുന്നത്. എന്നാലും പാസ്റ്റർ നോബിൾ പി തോമസ് എന്നാണ് എന്നെ പൊതുവിൽ അറിയപ്പെടുന്ന. പ്രോഫറ്റ് എന്നല്ല. എമർജൻസി ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. പ്രവചിക്കണേ പ്രവചിക്കും എന്നല്ല, എനിക്ക് ദൂത് തരാറുണ്ട്. അണുവിടെ വിടാതെ ദൂതൊക്കെ അങ്ങനെ നടക്കാറുമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ പാട്ട് പാടും ഇടയിൽ കൂടെ. ചില സ്ഥലത്ത് എനിക്ക് വിമർശനമുണ്ട്, ഇപ്പം കഥാപ്രസംഗം നടത്താൻ വന്നതാണോ പ്രസംഗിക്കാൻ വന്നതാണോ? ഈ വാക്യം നിങ്ങൾ വായിച്ചു നോക്കേ. എന്തുവാ? സങ്കീർത്തനങ്ങളാലും, എല്ലാവരും എന്നോട് ഉണ്ട്, സ്തുതികളാലും തമ്മിൽ പഠിപ്പിച്ചു. ഇതാ കീബോർഡിസ്റ്റ് ഞാൻ വിളിക്കുമ്പോൾ ഇവിടെ വരും, പിന്നെയും പുള്ളി ബൂമറാങ് പോലെ പുറകോട്ട് പോകും. പിന്നെ ഓട്ടോറിക്ഷ എടുത്ത് ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതെ. എന്തേ പോയോ? പിണങ്ങല്ലേ? എൻ്റെ ചർച്ചയിൽ എൻ്റെ കീബോർഡിസ്റ്റിന് ഞാനിരിക്കുന്നതിനേക്കാൾ ഉഗ്രൊരു ചെയർ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഷിജുവിന്, സിസിലിനെന്നറിയാം. എപ്പോഴാ പാട്ട് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഗുണം പറയാം. സങ്കീർത്തനങ്ങളാലും എല്ലാവരും മുകളിലോട്ട് നോക്കൂ. സ്തുതികളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. ചേർന്ന രാമൻ പറഞ്ഞാട്ടെ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി
സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കും. കരമടിച്ച് അതിനെ സ്വീകരിച്ചാട്ടെ. രോഗമല്ല വസിക്കുന്നത്, പിശാചല്ല, കലഹമല്ല, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടെ വസിക്കും. ചേർന്നരാമേൻ. ഓ, എനിക്ക് ഹൈവേന്ന് തെറ്റി ഓടാൻ തോന്നുമോ? ഭാവിച്ചാനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് പേടി. സമയം പോയാൽ പ്രശ്നമാണ്. ഹല്ലേലൂയ. എനിക്കും പോകണം. നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഓടി വീട്ടിലെത്ര എന്നറിയില്ല. എനിക്ക് 5-5.5 മണിക്കൂർ പോകണം വീട്ടിലെത്തി ഉറങ്ങണമെങ്കിൽ. രാവിലെ തന്നെ എനിക്ക് മീറ്റിംഗ് ഉണ്ട്. ഈ ചിലർക്ക് ഈ ഇടയ്ക്കിടയ്ക്കൊക്കെ പാട്ട് പാടുമ്പോൾ ഭയങ്കര അലർജിയുണ്ട്. ഇനി ഓൺലൈനിലൊക്കെ ഇരിക്കുന്നവരോട് അടക്കമാണ് പറയുന്നത്. ചിലർക്ക് ഭയങ്കര ദേഷ്യം. ചിലർ എണീപ്പിച്ച് നിർത്തും. ഞങ്ങൾ കുറച്ച് നേരം എണീറ്റ് നിന്നാട്ടെ. ഉയ്യോ, ചിലരൊക്കെ ഒരു നോട്ടം നോക്കുമ്പോൾ ഞാൻ വിളിച്ചു ആ നോട്ടം വല്ലതും പിശാചിനെ നോക്കിയാൽ പിശാച് വണ്ടേ പോയേനെ. നോക്കി പേടിപ്പിച്ച് കളയും. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ അങ്ങ് പ്രാക്ടീസായി. കല്ലി വല്ലി. ഓക്കെ, അതൊരു അറബി വേർഡല്ലേ? ഈ ഡോക്ടർ സിനി സൗദി അറേബ്യയിൽ നമ്മൾ ആദ്യം കാണുന്ന ഓർക്കുന്നോ? 95 ഒരേ മുറി നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഓക്കെ, ഫൈൻ. ഈ പാട്ട് ഇത് തുടങ്ങിയത് കർത്താവ് ജനിച്ച രാത്രി തുടങ്ങിയതാ പാട്ട്. ഓർമ്മയുണ്ടോ? പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു കൂട്ടം അജപാലകർ. അവരെക്കുറിച്ചൊരു കമൻട്രി ഞാൻ വായിച്ചത്, ആടുകളെ തീറ്റിക്കൊണ്ട് രാത്രിയിൽ ഉറക്കളച്ചിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം അത് ആലയത്തിൽ യാഗത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ആടുകളെ ഇവർ നോക്കിക്കൊണ്ടിരുന്നത്. അത്ര കെയറുമാണ്. കാരണം ഇത് തമ്മി കുത്തുവോ ചാടുവോ എടുത്തിയാടുവോ എന്തെങ്കിലും കുസൃതി കാണിച്ച് വല്ല പരിക്ക് ഏറ്റാൽ ഇത് ആലയത്തിൽ വലിയ വിലയ്ക്ക് കൊണ്ട് കൊടുത്ത് തൊലി ഉരിക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇത് പറ്റുമോ ഇല്ലയോ എന്ന്. പലപ്പോഴും ഇവർക്ക് തിരിച്ചടി കിട്ടും, നഷ്ടം വരും. കാരണം അവിടെ എത്തുമ്പോൾ അത് ക്വാളിറ്റി ഉള്ളതല്ല. അങ്ങനെ കഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രാത്രിയിൽ അജപാലകന്മാർ ആ കഷ്ടപ്പാടിന് നടുവിലായിരിക്കുമ്പോൾ അവരുടെ നടുവിൽ വന്ന് ഒരു ദൂതൻ ഇങ്ങനെ പറഞ്ഞു. ദൂതൻ പറഞ്ഞത്, ആമേൻ, എന്താ പറഞ്ഞത്? ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള, ലൂക്കോസ് 2:10, സകല ജനത്തിനും ഉണ്ടാകാനുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. അതോ ദാവീദിന്റെ പട്ടണത്തിൽ യേശു ക്രിസ്തു എന്ന, ആമേൻ, ദാവീദിന്റെ പട്ടണത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. 12-ാം വാക്യം പറയും, നിങ്ങൾക്കുള്ള അടയാളമോ, ശീലകൾ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. അത് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇന്ന് വരെ സംഭവിക്കാത്ത സന്തോഷത്തിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കും, നിന്റെ ജീവിതത്തിൽ സംഭവിക്കും, തലമുറയിൽ സംഭവിക്കും, അടുത്ത 24 മണിക്കൂറിനുള്ള സംഭവിക്കും. പോരാ, ഇന്ന് രാത്രി യോഗം തീരുന്നതിന് മുമ്പ് സംഭവിക്കും. നീ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കും. നിന്റെ കണ്ണ് കാണുക സംഭവിക്കും, ഇപ്പോൾ സംഭവിക്കും എന്ന് ദൈവം നിന്നോട് പറയുമ്പോൾ നീ അമാന്തിച്ച് നിന്നാൽ ദൈവത്തിന്റെ ദൂതൻ പറയും, നിനക്കൊരടയാളമുണ്ട്. ശീലകൾ പൊതിഞ്ഞ് പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ വേറൊരാളല്ല, നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. ഹല്ലേലൂയ. അടുത്ത വാക്യം നല്ല രസം കണ്ടോ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ഇത്രയും മനസ്സിലായി? ആമേൻ പറഞ്ഞാട്ടെ. ഈ കൊയറൊന്നുമല്ല, സ്വർഗത്തിൽ നിന്നൊരു കൊയർ ഇങ്ങോട്ട് ഇറങ്ങി. നിങ്ങളുണ്ടെങ്കിൽ നല്ല 4 ആമേൻ പറഞ്ഞേ. സ്വർഗത്തിൽ മിനിമം 4 കൊയറാ. വെളിപ്പാട് 4, 5, 7 വായിച്ചാൽ മതി. ഒന്ന് 4 ജീവികളുടെ കൊയർ, രണ്ടാമത്തെ സർക്കിൾ 12, 24 മൂപ്പന്മാരുടെ കൊയർ, മൂന്നാമത്തെ കൊയർ 5-ാം അധ്യായത്തിൽ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകം ഇങ്ങോട്ട് വാങ്ങിയപ്പം 10,000 10,000 ഇൻറ്റു 10,000 ഇൻറ്റു 10,000 പ്ലസ് 1000 ഇൻറ്റു 1000 10,10,00,000 പേര് മിനിമം ദൂതന്മാർ വന്ന് അങ്ങോട്ട് പാടാൻ തുടങ്ങി. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ കൊയർ, ആമേൻ, എണ്ണമെടുക്കാൻ കഴിയാത്ത വലിയൊരു പുരുഷാരം വെള്ളം നിലയെങ്കി ധരിച്ച് എല്ലാം പാട്ടാ. ഞാൻ ഇടയ്ക്ക് പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് പാടുമ്പോൾ നിനക്ക് സുഖിക്കത്തില്ലെങ്കിൽ എന്തായാലും നീ സ്വർഗത്തിൽ പോകത്തില്ല.
കാരണം ഇവിടുത്തെ 5 പാട്ട് പോലും നിനക്ക് പറ്റുന്നില്ല. അവിടെ പാട്ടോട് പാട്ട. മാത്രമല്ല, യേശു ജനിച്ച രാത്രിയിൽ ഒരു കൊയർ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ലിറിക്സ് ഞാൻ പറയാം, പാട്ടിൻ്റെ ലിറിക്സ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്റെ അകത്ത് യേശു ജനിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ നീയും പാടി തുടങ്ങും. കരമടിച്ചതിനെ ഉറപ്പിച്ചാട്ടെ. കൊയറ് മാത്രമല്ല പാടുന്നത്, നിന്റെ അകത്ത് യേശു. ആ യേശു ആരാണ്? സകല മനുഷ്യർക്കുമുള്ള മഹാസന്തോഷം. ആ യേശു ആരാണ്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം നൽകുന്ന സമാധാനത്തിന്റെ പ്രഭു. അന്ന് തുടങ്ങിയ പാട്ടാണ്, ഇന്നും നിന്നിട്ടില്ല. അന്ന് തുടങ്ങിയ പാട്ടാണ്, സ്വർഗത്തിൽ ചെന്നാലും തുടരും. കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. സമാധാന നിർഭയ സൗര്യ വിശ്രമ സ്ഥലത്ത് സമാധാനം ലഭിക്കാൻ സ്റ്റെപ്പ് നമ്പർ 4. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം: ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്താൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊരു അത്ഭുതകരമായ സന്ദേശമാണ്. എന്നെ കരമടിച്ചൊന്ന് സ്വീകരിച്ചാട്ടെ. ഇന്ന് വരെ പകരപ്പെട്ട കൃപ, ഇന്ന് വരെ പകരപ്പെട്ട സമാധാനം, ഫേസ് സിറ്റി ചർച്ചുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ആത്മാവ് നിന്നോട് പറയുന്നു, ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ആമേൻ അത്ഭുത നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ പ്രഖ്യാപിക്കുകയാണ്, അവന്റെ പരിജ്ഞാനത്താൽ നിങ്ങളിൽ വ്യാപരിക്കുന്ന കൃപയും സമാധാനവും വർദ്ധിക്കും. ആമേൻ പറഞ്ഞാട്ടെ. വർദ്ധിക്കും, വർദ്ധിക്കും. ഹല്ലേലൂയ. സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. ആവർത്തിച്ചാട്ടെ. സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് കൈ തന്ന് വാക്ക് തരുന്നു, നിന്നിലെ കൃപ വർദ്ധിക്കുന്ന നാളുകളാണ്, നിന്റെ സമാധാനം വർദ്ധിക്കുന്ന നാളുകളാണ്. വചനം പറയുന്നത് നദി പോലെ ഒഴുകാൻ പോകുന്ന നാളുകളാണ്. കരമടിച്ചതിനെ ഇന്ന് രാത്രി വെല്ലുവിളികളുടെ നടുവിൽ ആഘോഷത്തോടെ സ്വീകരിച്ചാട്ടെ. ആമേൻ. നിന്റെ വീട്ടിൽ നീ പാർക്കുന്നിടത്ത് നിനക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. നിന്റെ വീട്ടിൻ്റെ അകത്ത് സമാധാനമുണ്ട്. അത് വെറുതെ കേട്ടോണ്ടിരുന്നാൽ മാത്രം പോരാ, നിനക്കും ഒരു പ്രാക്ടീസ് അതിൻ്റെ അകത്തുണ്ട്. നീ അതിനെ പ്രാക്ടീസ് ചെയ്ത് സ്വീകരിച്ചാട്ടെ. അവിടെ കൊണ്ട് നിർത്തുക. നിർഭയത്വം കഴിഞ്ഞ സമയം. നിർഭയത്വം സ്റ്റെപ്പ് നമ്പർ 1ഉം 2ഉം ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പാർക്കുന്ന സ്ഥലം 32:18 നമ്മൾ ആ വീടിന് പേരിട്ടു. അത് സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സ്ഥലം. പറഞ്ഞാട്ടെ. സിനി സാറേ, ഇത് നല്ലൊരു ഇംഗ്ലീഷ് ഇതിന് കണ്ടെത്തി എനിക്കും അയച്ചു തരണേ. ഏതെങ്കിലും വീടിന് പേരിടുമ്പോൾ ബദേലെന്നോ കർമ്മേലെന്നോ എന്താ ബദ്ലഹേമെന്ന് എന്തിട്ടാലും അതിൻ്റെ ബ്രാക്കറ്റിൽ ഇതും കൂടെ ഞാൻ അടിച്ചു കൊടുക്കാനാ. നാട്ടുകാർ പോയിട്ട് ഇതെന്തോ ഒരു നീണ്ട ഒരു ഡെഫിനേഷൻ. അതാ ഞങ്ങളുടെ വീട്ടിൽ. ഹലോ, നിങ്ങൾ ഏതെങ്കിലും പേര് വീടിനുണ്ട്, അതിൻ്റെ ബ്രാക്കറ്റിൽ ഇതും കൂടെ എഴുതി വെച്ചാൽ സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ വീട്. ആ ഭയങ്കര തീമായിട്ടൊക്കെ ഇരിക്കുക. പേരിടാൻ പറഞ്ഞപ്പോൾ എല്ലാവരും അതിലൂടെ കർത്താവിനെ അറിയിക്കാം. പറയണം, ഒരാഴ്ച ഞങ്ങൾ ഊത്തിയിരുന്ന് പഠിച്ചതാ, ഇപ്പം ഞങ്ങളുടെ വീട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് വേണേ കൂടെ കൂടിക്കൂ. കരമടിച്ച് ആയിരങ്ങൾ ഈ സമാധാന നിർഭയ സ്വൈര്യ വിശ്രമ സങ്കേതത്തിലേക്ക് സ്ഥലത്തിലേക്ക് ഓടി വരുന്നത് വിശ്വാസത്തിൽ കണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിർഭയത്വം, നിർഭയത്വം, സമാധാന നിർഭയത്വം. സ്റ്റെപ്പ് നമ്പർ 1, 2 മാത്രം നിർഭയവുമായി ബന്ധപ്പെട്ട് പറയാം. നമുക്ക് ഈ എന്തുവാ പറയുന്നത്, 5 pillars of fearlessness.
നിർഭയത്വത്തിൻ്റെ, ഭയരാഹിത്യത്തിൻ്റെ, ട്രാൻസ്ലേഷൻ കറക്റ്റ് ആകുമെന്ന് എനിക്കറിയില്ല, ആയിരിക്കാം. ഭയരാഹിത്യത്തിൻ്റെ 5 തൂണുകൾ പറഞ്ഞു തരട്ടെ. എൻ്റെ ദൈവം നല്ല പുള്ളികളാണല്ലോ, ഒരാൾ പോലും ഒരു ആമയം പറയാതിരിക്കുക. കഷ്ടം. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു ആമയം പറഞ്ഞു. യെശയ്യാവ് 41:10 വല്ല ഓർമ്മയുണ്ടോ? അത് നിർഭയത്വത്തിൻ്റെ, ഭയരാഹിത്യത്തിൻ്റെ 5 തൂണുകളാണ്. എന്താ പറഞ്ഞത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ ഒരു 5 ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. നിർഭയത്വത്തിൽ ഹല്ലേലൂയ, ആമേൻ. 5 പില്ലേഴ്സാണത് നിർഭയത്വത്തിൻ്റെ, ഭയരാഹിത്യത്തിൻ്റെ. ഹല്ലേലൂയ. ഒന്നാമത്തെ ദൈവം പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, നിന്നെ ഞാൻ സഹായിക്കാം കേട്ടോ. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. നിർഭയത്വത്തിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്, അതുകൊണ്ട് ഞാൻ നിർത്തും. 1 John 4:18. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഭയപ്പെടുന്നവൻ ദൈവത്തോടുള്ള സ്നേഹത്തിൽ തികഞ്ഞവനല്ല. കുഴപ്പമായ നല്ല വാക്യല്ലേ? എന്താ പറയുന്ന? സ്നേഹത്തിൽ, എല്ലാവരും സ്നേഹത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുണ്ട്. ഭയം നമ്മുടെ ഉള്ളിലുണ്ട്, അത് ഉപദ്രവിക്കും, നമ്മളെ അടിക്കും, ഞെരുക്കും, അടിമയാക്കും. ആമേൻ. ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ചേർന്നല്ല രാമേൻ പറഞ്ഞാട്ട്. ഏതാ ഞാൻ വായിച്ചത്? 1 യോഹന്നാൻ 4. ഒരിക്കലൊരു കുഞ്ഞിൻ്റെ കല്യാണം നടക്കുമ്പോൾ, ഒരു മോളുടെ കല്യാണം നടക്കുമ്പോൾ ബന്ധു കൊച്ചിനൊരു ടെലഗ്രാം അടിച്ചു. നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി ഒരു തമാശ പറയും. അപ്പോൾ ഈ ടെലഗ്രാം പണ്ടത്തെ അറിയാം, ടക്ക് 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 ടക്ക്. ഇത് കൊടുത്തു വിട്ട് 1 യോഹന്നാൻ 4:18 റെഫറൻസ് ആ കൊച്ചിനെ അടിച്ചേക്കാൻ പറഞ്ഞു. വളരെ പ്രിയമായ ഒരാളാണ്. ഈ പോകുന്നു വിചാരിച്ചു. അവൻ ഈ ബൈബിളുമായിട്ട് അത്ര വലിയ പിടിയുള്ളവനല്ലായിരുന്നു. യോഹന്നാൻ 1, 2, 3 എല്ലാം യോഹന്നാനല്ലേ. അവന് ഒന്നങ്ങ് മാറ്റി ജോൺ 4:18 അവനങ്ങോട്ട് ടെലഗ്രാം അടിച്ചു. കല്യാണം എല്ലാം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടെ ഇരുന്നെല്ലാം വായിക്കുമ്പോൾ പെങ്കൊച്ച് പറഞ്ഞു, അയ്യോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ ടെലഗ്രാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഭർത്താവിന് ആകാംക്ഷ, ഒരു റെഫറൻസാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ ഈ 1 ജോൺ എന്നുള്ളത് അവന് 1 മാറ്റി ഈ ടെലഗ്രാം അടിക്കാൻ പോയോ. അവന് എളുപ്പത്തിന് അവൻ ജോൺ 4:18 എന്നാണെന്നറിയാമോ? 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനെ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യം തന്നെ. വായിക്കുന്നത് ഭർത്താവും കൂടി ഇരുന്നാണ് വായിച്ചത്. ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാൻ വായിച്ചത് 1 യോഹന്നാൻ 4:18. അതിൻ്റെ സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനുകൊണ്ട് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിക്കൾ. ഇന്ന് രാത്രിയിൽ ഒന്ന് വാ തുറന്ന് പറഞ്ഞാട്ടെ, ജീസസ് ഐ ലവ് യു, ജീസസ് ഐ ലവ് യു, ഐ ലവ് യു മോർ ദാൻ മൈ എവ്രി വൺ ആൻഡ് മോർ ദാൻ മൈ എനിത്തിങ്. കരമടിച്ചതിനെ ഒന്നും കൂടി ഉറപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. കൊയർ എനിക്ക് വേണ്ടി ഒന്ന് റെഡി ആയിക്കോ, ഒന്ന് വന്ന് എല്ലാവരും മുന്നോട്ട് വാ. നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകുവാണ്. ആമേൻ. പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവസന്നിധിയിൽ ആമേൻ എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. അല്പനേരം കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഉടമന ഹർഷാനാബ. അല്പസമയം വാ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്പനേരം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. മൂന്നാമത്തേതാണ് സ്വൈര്യവിശ്രമ സ്ഥലം. ഞാൻ ചില വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് കേൾപ്പിക്കാം. ആമേൻ. ഈ സ്വൈര്യത ലഭിപ്പാൻ, ദൈവത്തിൽ റെസ്റ്റ് ചെയ്യാൻ, അത് യെശയ്യാവ് തന്നെ 30-ാം അധ്യായത്തിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും
ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവത്തിൽ വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും ആണ് എൻ്റെ ബലം. വീണ്ടും ആവർത്തിച്ചാട്ടെ, വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും എൻ്റെ ബലം. എന്നിട്ട് യെശയ്യാവ് പറയുകയാണ്, എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അവരവരുടെ ഒരു എഫേർട്ട് എടുക്കുകയാണ്. അല്ല, ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടിപ്പോകുമെന്ന് നിങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും. അവർ വിശ്രമിക്കുന്നുമില്ല, ആശ്രയിച്ചിട്ട് ആ ബലം ഏറ്റെടുക്കുന്നില്ല. അവർ പറയാം, ഞങ്ങൾക്ക് കുതിരയുണ്ട് കേട്ടോ, ഞങ്ങൾ അതിൻ്റെ പുറത്ത് കയറി ഓടി രക്ഷപ്പെട്ടോളാം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുവാണ്, അതുകൊണ്ട് നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും, ഞങ്ങൾ തുരകങ്ങളിൽ മേൽ കയറിപ്പോകും എന്ന് പറഞ്ഞു. ആമേൻ. ജനം പറയുകയാണ്, ഞങ്ങൾക്ക് വിശ്രമിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയൊന്നും വേണ്ട, ഞങ്ങൾ തുരകങ്ങളിൽ മേൽ കയറി, കുതിരകളുടെ മേൽ കയറിപ്പോകും. അതുകൊണ്ട് നിങ്ങളെ പിന്തുടരുന്നവരും വേഗതയുള്ളവരായിരിക്കും. മലമുകളിൽ ഒരു കൊടിമരം പോലെയും കുന്നിൻ പുറത്തൊരു കൊടി പോലെയും നിങ്ങൾ ശേഷിക്കുന്നത് വരെ ഏകൻ്റെ ഭീഷണിയാൽ 1000 പേരും 5 പേരുടെ ഭീഷണിയാൽ നിങ്ങൾക്ക് ഓടിപ്പോകും. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിക്കാൻ താമസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഒരു പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ചേർന്ന രാമയും പറഞ്ഞാട്ടെ, സഹായിക്കാൻ നിങ്ങൾക്ക് എത്ര പേരുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ആദ്യം ഉയർത്താൻ തയ്യാറായാൽ, നിങ്ങൾക്ക് ബലമുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും സ്വാധീനമുണ്ടെങ്കിലും പല ഡോക്ടർമാരെ അറിയാമെങ്കിലും ആദ്യം നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ, നിങ്ങൾ ദൈവത്തിൽ വിശ്രമിക്കുകയാണ്, ദൈവം നിങ്ങൾക്ക് തുണയായി നിൽക്കും. കരമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ചേർന്ന് പറഞ്ഞാട്ടെ, പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ സഹായം എവിടെ നിന്ന് വരും? ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇരു കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ, ഉയർത്തിയ സ്വൈര്യ, ആമേൻ, സമാധാന, നിർഭയ, സ്വൈര്യ വിശ്രമ സ്ഥലത്തേക്ക്, ആമേൻ. ആ സ്വൈര്യത നമ്മുടെ കയ്യിൽ ലഭിക്കണമെങ്കിൽ, ആമേൻ, ദൈവത്തിൽ വിശ്രമിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന എൻ്റെ ബലമാക്കാൻ എത്ര പേരുന്ന് രാത്രി ആഗ്രഹിക്കുന്നു? ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു, പല സോഴ്സുകളും നമുക്കുണ്ട്. ബന്ധുബലമുണ്ട്, സ്വാധീനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്. എങ്കിലും ഇന്ന് രാത്രി നമുക്കൊരു തീരുമാനം എടുക്കാം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ വിശ്രമം എൻ്റെ ദൈവത്തിലായിരിക്കും. അങ്ങനെ എന്ന് ഏറ്റുപറയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു ബലമായി മാറുമെന്ന് വചനം പറയുന്നു. മറ്റൊന്നിലും ഇന്ന് രാത്രി ആശ്രയിക്കരുത്. ചിലർക്ക് വേണ്ടി അത്ഭുതകരമായ കരങ്ങൾ നീട്ടുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. അമ്മയെ പോലെ താതൻ താലോലിച്ചണച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാർവിൽ ദിനം ദിനമാ, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാർവിൽ ദിനം ദിനമാ. നമുക്കിന്ന് ടെമ്പോ ഒക്കെ ഇട്ട് കൈയടിച്ച് പാടല്ലേ? ഓക്കെ, കൊയറിനെ സഹായിക്കണേ. ഇതൊന്നൊരു പ്രിപ്പറേഷൻ ഇല്ലാത്ത അനൗൺസ്മെന്റ് ആണ്. സോറി, ശരിക്കും കൊയറിൽ അത് പാടില്ല. എല്ലാവരും പ്രിപ്പറേഷൻ വേണം. ഐ എം സോറി, എനിക്കറിയാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥന്മാരോടും ചെയ്ത നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥന്മാർ
നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. കഷ്ടങ്ങളേറിയിലും എനിക്കേറ്റം അടുത്ത തുണയാ, കഷ്ടങ്ങളേറിയിലും എനിക്കേറ്റം അടുത്ത തുണയാ, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാറിൽ ദിനം ദിനമാ, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറിൽ ദിനം ദിനമാ, തന്റെ മാറിൽ ദിനം ദിനമാ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, പിളർന്നിടുമൊരടി പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം, പിളർന്നിടുമൊരടി പിണരാ തന്നിടും നീ രോഗസൗഖ്യം, തന്നിടും നീ രോഗസൗഖ്യം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സഹായ ശൈലമവൻ സങ്കേതവും കോട്ടയും സഹായ ശൈലമവൻ സങ്കേതവും കോട്ടയും നടുങ്ങിടുകില്ലായതിനാൽ തൻ കരുണ ബഹുലമഹോ, തൻ കരുണ ബഹുലമഹോ, നടുങ്ങിടുകില്ലായതിനാൽ തൻ കരുണ ബഹുലമഹോ, തൻ കരുണ ബഹുലമഹോ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥൻ നാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. അമ്മയെ പോലെ താലോലിച്ചടച്ചിടുന്നു, അമ്മയെ പോലെ താലോലിച്ചടച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാറിൽ ദിനം ദിനമാ, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമാ, തന്റെ മാർവിൽ ദിനം ദിനമാ, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറിൽ ദിനം ദിനമാ, തന്റെ മാറിൽ ദിനം ദിനമാ, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാറിൽ ദിനം ദിനമാ, തന്റെ മാറിൽ ദിനം ദിനമാ. രോഗത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, ഭാരത്താൽ വലഞ്ഞിടിലും തീരാരോഗത്താൽ അലഞ്ഞിടിലും, പിളർന്നിടുമൊരടി പിണരാ തന്നിടും നീ രോഗസൗഖ്യം, അവൻ തന്നിടും നീ രോഗസൗഖ്യം, പിളർന്നിടുമൊരടി പിണരാ തന്നിടും നീ രോഗസൗഖ്യം, ആമേൻ. സൗഖ്യം 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 സൗഖ്യം,
പിണർന്നിടുമൊരടിപ്പിണരാ തന്നിടും നിരോഗ സൗഖ്യം തന്നിടും നിരോഗ സൗഖ്യം പിണർന്നിടുമൊരടിപ്പിണർ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം സൗഖ്യമുണ്ടാവട്ടെ. തന്നിടും നിരോഗ സൗഖ്യം പിളർന്നിടുമൊരടിപ്പിണരാ തന്നിടും നിരോഗ സൗഖ്യം തന്നിടും നിരോഗ സൗഖ്യം പിളർന്നിടുമൊരടിപ്പിണരാ തന്നിടും നിരോഗ സൗഖ്യം തന്നിടും നിരോഗ സൗഖ്യം പിളർന്നിടുന്നൊരടിപ്പിണരാ തന്നിടും നിരോഗ സൗഖ്യം തന്നിടും നിരോഗ സൗഖ്യം സ്തുതി 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 എൻ മനമേ അമേ സ്തുതികളിലുന്നതനേ നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ നാഥൻ നാൾതോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ പാടുക നീ എന്നും മനമേ എല്ലാവർക്കും ദൈവസന്നിധിയിരിക്കാം. എൻ്റെ ജനം സമാധാന, നിർഭയ, സ്വൈര്യ, വിശ്രമ സ്ഥലങ്ങളിൽ പാർക്കും. കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സമാധാനമാണ്. നമുക്ക് തന്നിരിക്കുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. നമുക്ക് തന്നിരിക്കുന്ന സമാധാനം നമ്മിൽ വാഴുന്ന സമാധാനമാണ്. നമുക്ക് തന്നിരിക്കുന്ന സമാധാനം വർദ്ധിക്കുന്ന സമാധാനമാണ്. കരമുയർത്തിയൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഉയരത്തിൽ നിന്നുള്ള ശക്തിയാണ്. മരണപാശങ്ങളെ അഴിച്ച ദൈവത്തിൻ്റെ ശക്തിയാണ്. കരമുയർത്തിയൊന്ന് സ്തോത്രം ചെയ്താട്ടെ. മരണത്തിൻ്റെ പിടികളൊക്കെ ഇന്ന് രാത്രി വിട്ടിട്ടുണ്ട്. ജീവൻ 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 വ്യാപരിച്ചിട്ടുണ്ട്. എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? കരമടിച്ചെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനും കുടുംബം കടന്നുപോയ ആ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തല്ലോ. ഈ ദൈവദാസന്മാർ ശുശ്രൂഷകളുടെ മുൻനിരയിൽ നിൽക്കുന്ന, ശക്തമായി അധികാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർക്ക് വിഷയങ്ങളില്ല എന്നല്ല, അവർക്ക് കൂടുതൽ വിഷയങ്ങളുണ്ട്. പക്ഷെ അതൊന്നും വിശ്വാസികളോട് പറഞ്ഞാൽ അവർ ക്ഷീണിച്ചു പോകും. ഇതൊക്കെ ചവിട്ടിപ്പിടിച്ചുകൊണ്ടാണ് ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഒരു ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുമ്പോൾ ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ലോകത്തിൻ്റെ ശക്തികളും ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഓരോ ജീവിതങ്ങളെയും അറ്റാക്ക് ചെയ്യുന്ന ഇരുട്ടിൻ്റെ ശക്തികളുണ്ട്. ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അതിനെതിരായിട്ടാണ് ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ സകല ദുഷ്ടശക്തികൾ നോക്കുന്ന ശുശ്രൂഷിക്കുന്നവനെ നോക്കുന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ നടുവിലൊക്കെ അയക്കുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ. അവരുടെ ശുശ്രൂഷകളെ തളർത്താൻ അവരുടെ ജീവിതത്തിലേക്കൊക്കെ ധാരാളം പോരുകൾ വരും. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇവരൊന്നും പെട്ടെന്ന് തീർന്നു പോകരുത്. അവർക്ക് ദീർഘായുസ് ദൈവം കൊടുക്കണം. ഇനിയും ദൈവരാജ്യത്തിന് വേണ്ടി അവർ അധ്വാനിക്കാനുള്ളവരാ. എത്ര പേർ പ്രാർത്ഥിക്കുമെന്ന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. നാം സമാധാന നിവാസത്തിലൊക്കെ പാർക്കണം. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ 7 ദിവസങ്ങളാണ്. നഷ്ടമാകരുത്. നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട വിഷയങ്ങളൊക്കെ കയറി കിടക്കുമ്പോൾ അതിനെയെല്ലാം അടിച്ച് പുറത്ത് കളയുന്ന ഉപവാസങ്ങളാണ് ഇതെല്ലാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ ദാസന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയും ശക്തമായി പ്രയോജനപ്പെടട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ സിനി ജോയ്സ് മാത്യു മുന്നോട്ട് കടന്നു വന്ന് സമാപന പ്രാർത്ഥന നിർവഹിക്കും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.
ക്രിസ്തുവേശുവിൽ കൂടെ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തന്നിരിക്കുന്ന ഈ സന്ധ്യായാമത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസത്തിൻ്റെ 5-ാം ദിവസം കർത്താവേ, രാവിലെ നടന്ന സെഷനിലും ഇന്ന് വൈകുന്നേരത്തെ സെഷനിലും കർത്താവെ, അങ്ങയുടെ ദിവ്യമായ സന്ദേശം ഞങ്ങളെ കേൾപ്പിച്ച കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെയും നിർഭയതയുടെയും കർത്താവെ, സ്വൈര്യത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും തലങ്ങളിലേക്ക് നീ ഞങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കാണാത്ത ഇടങ്ങളിൽ നിന്ന് ശത്രു ഞങ്ങളെ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വരുമ്പോൾ നീ ഞങ്ങളുടെ ചുറ്റും പരിചയമായി, ഞങ്ങളുടെ സഹായമായി, ഞങ്ങളുടെ ദുർഗമായി, ഞങ്ങളുടെ കോട്ടയായി, ഞങ്ങളുടെ പരിചയമായി, ഞങ്ങളുടെ തലയുയർത്തുന്നതിനായി കൂടെയുള്ള കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ക്രിസ്തുവിൻ്റെ ദിവ്യമായ സമാധാനം കൊണ്ട് നീ ഞങ്ങളെ വീണ്ടും നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന സ്വർഗീയമായ ദിവ്യ സമാധാനം കൊണ്ട് നീ ഞങ്ങളെ നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ കൃപയുടെയും നിന്റെ സമാധാനത്തിൻ്റെയും നിന്റെ കർത്താവ് നിത്യതയുടെയും സമാധാനം കൊണ്ട് ഞങ്ങളെ നിത്യമായി നിറയ്ക്കുന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാവിലെ മുതൽ ഇന്ന് വൈകുന്നേര സമയം വരെയും നീ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച നിന്റെ എല്ലാ കൃപകൾക്കുമായി നന്ദി പറയുന്നു. ഞങ്ങളെ ഭ്രമിപ്പിക്കുവാൻ കടന്നു വരുന്ന, ഞങ്ങളെ തകർക്കുവാൻ കടന്നു വരുന്ന, ഞങ്ങളെ മുടിച്ചു കളയുവാൻ കടന്നു വരുന്ന ശത്രുവിന്റെ എല്ലാ ഹുങ്കാരങ്ങളുടെ നേരെയും നിന്റെ കരം ഉയർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ രോഗികളെ നീ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനരെ നീ താങ്ങുന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ ഇന്ന് രാത്രികാലം നിന്റെ ആണിപ്പഴുതാർന്ന കരം നീട്ടിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലത്തെ സെഷനിലും ഇന്ന് രാത്രിയിലും കർത്താവേ, ഞങ്ങളുടെ വിലയേറിയ വൃത്തനിലൂടെ ഞങ്ങളോട് സംസാരിച്ച് വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. താൻ കടന്നുപോയ മരണനിഴലിന്റെ താഴ്വരയിൽ അങ്ങയുടെ അത്ഭുതത്തിന്റെ കരം കൂടെ ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അങ്ങയുടെ ദാസനെ നയിക്കുമാറാകണമേ. അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് വിടുതലായി, നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിനായി, നിന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്കായി അങ്ങയുടെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു നാളുകൾ കർത്താവേ ഇതിനെക്കൂടി അധികം പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം അങ്ങയുടെ ദാസനെ ഞങ്ങൾ കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ സഭയെ നയിക്കുന്ന അങ്ങയുടെ വലിയ വൃത്തിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി നീ പരിപാലിക്കുമാറാകണമേ. ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും തിരക്കരങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സകല ആവശ്യങ്ങളുടെ മേലും സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്നിരിക്കുന്ന ഉറവയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ സമാധാനത്തോടെ ഞങ്ങൾ പറഞ്ഞയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാളെയും നിങ്ങളോട് സംസാരിക്കുമാറാകണം. സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്കായി ജീവനെ തന്ന യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദീർഘദൂരം സഞ്ചരിച്ച് ഇന്ന് പകൽക്കാലവും രാത്രികാലവും ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് ഞങ്ങളെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ഞങ്ങൾ സഭയായി അറിയിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകൾ ഇനിയും ശക്തമായി പ്രയോജനപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ഇനിയും ദൈവത്തിന് ഉപയോഗിക്കാനുണ്ട്. ഒത്തിരി നന്ദിയുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചതിൻ്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ചതിനും തോറും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കരുതലും കാവലും നാം ഓരോരുത്തരോടും ലോകമെങ്ങുമുള്ള വിശുദ്ധന്മാരോടും കൂടെ പ്രത്യേകാൽ ഇന്ന് രാത്രി കടന്നു വന്ന് ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും സഭയോടും കൂടെ ഇപ്പോഴും എപ്പോഴും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ. ഈ രാത്രിയാലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. നാളെ 6-ാമത്തെ ദിവസം ശുശ്രൂഷിക്കുന്ന 2 കർത്തൃദാസന്മാരാണ്. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ അസിസ്റ്റന്റ് ഓവർസിയർ ഡോക്ടർ ഷിബു കെ മാത്യു ആൻഡ് സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ വൈ റെജി. പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു വരാം. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.